ഇപ്പോ നമ്മളുടെ സെഷനിൽ നമ്മളുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നത് നമ്മളുടെ വളരെ ബഹുമാന്യനായ ശ്രീ രമിത് ചെന്നിത്തല IRS നമ്മളുടെ ഒപ്പം ഇന്നുണ്ട്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സാറിനെ വിളിച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് വേറൊരു രീതിയിലായിരുന്നു. അതായത് ഓക്കെ, അപ്പൊ ഞാൻ സംസാരിച്ചത് വേറൊരു രീതിയിലുള്ള സെമിനാർ ആയിരുന്നു. അത് നമുക്ക് യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്ന രീതിയിലായിരുന്നു. സാറ് കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ എന്നോട് ഇങ്ങോട്ട് പറയാനുണ്ടായത്, ക്ലെയർ ഇങ്ങനെ വേണോ, നമുക്ക് ലൈവായിട്ട് പോയിക്കൂടെ, അതല്ലേ കുട്ടികൾക്ക് കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിട്ട് ചെയ്യുമ്പോഴല്ലേ അത് എഫക്റ്റീവ് ആവുക എന്ന് ഇങ്ങോട്ട് പറഞ്ഞു. ലൈവ് ഇന്ററാക്ഷൻ ആയിട്ട് ഇതിനെ മാറ്റിയത് രമിത് സാറാണ്. അപ്പോൾ ഇന്ന് രമിത് സാറ് നമ്മളുടെ ഒപ്പം ഉണ്ട്. നമ്മളിന്ന് നേരത്തെ പറഞ്ഞ പോലെ സുമേധയുടെയും കൈറ്റ്സ് ഫൗണ്ടേഷന്റെയും സംയുക്തമായിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമിൽ ആണ് നമ്മളിപ്പോ. രമിത് സാർ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും സുമേധയിൽ വരുന്നത്. അപ്പോ ഇപ്രാവശ്യം സാർ എടുക്കാൻ പോകുന്ന സെഷൻ ആദ്യം സാറിനെ പറ്റി പറയാം. സാർ ഇപ്പോ ഇൻകം ടാക്സിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ആണ്. അതിന് പുറമെ 2017 സിവിൽ സർവീസ് വിന്നർ ആണ്. പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ഹയസ്റ്റ് സ്കോർ ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. നേരത്തെ സെഷനിലും നിങ്ങൾ കുറെ പേര് പേഴ്സണൽ ഇന്റർവ്യൂവിനെ പറ്റി ചോദിച്ചിരുന്നു. നമ്മൾക്ക് ഈ സെഷൻ മുഴുവനായിട്ട് രമിത് സാറിന് കിട്ടുകയാണ്. അപ്പൊ നമുക്ക് മാക്സിമം ആളുടെ കയ്യിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന കാര്യം, ആളുടെ അടുത്ത് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതാണ് ഇപ്പോ ഈ കുറച്ച് സമയങ്ങള്. അപ്പോ സാറ് ഓൾറെഡി നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ഞങ്ങള് സുമേധയുടെയും കൈറ്റ്സിന്റെയും പേരിൽ സാറിനെ ഈ സെഷനിലോട്ട് വെൽക്കം ചെയ്യാണ്. സർ പ്ലീസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എന്നെ കാണാമല്ലോ അല്ലേ? ഓഡിബിൾ ആണോ? യെസ്, ഓഡിബിൾ ആണ്. Okay, thank you so much. Thank you. Such a warm introduction. Thank you, Claire. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. കോവിഡ് കാലമാണ്, അതുകൊണ്ട് ഇപ്പോൾ അറിയാലോ, തിരുവനന്തപുരത്തും കേരളത്തിലും പ്രത്യേകിച്ച് കേസസ് ഒക്കെ കൂടി വരുന്ന കാലമാണ്. തലസ്ഥാനത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത്. തിരുവനന്തപുരത്ത് കേസസ് ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഒരു എപ്പിഡമിക്കിലൊക്കെ ആയിരിക്കാം കേരളം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും മാസ്ക് ഒക്കെ ധരിച്ച് തീർച്ചയായിട്ടും സേഫ് ആയിട്ടിരിക്കുക. വീട്ടിൽ തന്നെ പരമാവധി ഇരിക്കാൻ ശ്രമിക്കുക. എല്ലാവരുടെയും ക്ലാസ്സസ് ഒക്കെ ഓൺലൈൻ ആണെന്ന് അറിയാം. എല്ലാം ഈ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ എൻ്റെ കടമയിലോട്ട് ഞാൻ കടക്കുന്നു. എൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഞാനൊരു ബ്രീഫ് ഇന്നത്തെ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്, ഈ വരുന്ന അടുത്ത ഒരു മണിക്കൂറത്തേക്ക് തുടക്കത്തിൽ ഒരു 10-15 മിനിറ്റ് ഞാൻ എൻ്റെ അനുഭവങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എങ്ങനെയാണ് ഇന്റർവ്യൂ, മെയിൻ ടോപ്പിക് എന്നത്തേത് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് ആദ്യത്തെ 10-15 മിനിറ്റ് ഞാൻ എൻ്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷനെ കുറിച്ച് പറയാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനുള്ള ഉത്തരം ഓരോന്നായി പറഞ്ഞു. അപ്പോൾ നേരത്തെ ക്ലെയർ സൂചിപ്പിച്ചതുപോലെ ഞാൻ 2017 സിവിൽ സർവീസ് എക്സാം പാസ്സായത്. 2018 ഞങ്ങളുടെ ഇന്റർവ്യൂ. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനെ ഇന്റർവ്യൂ എന്ന് പോലും അല്ല വിളിക്കുന്നത്, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നതാണ്. ഒരുപക്ഷെ മലയാളികൾക്ക് ഏറ്റവും അധികം കോൺഫിഡൻസ് കുറയുന്ന സ്റ്റേജ്, നിങ്ങൾ നേരത്തെ പഠിച്ചു കാണും, സിവിൽ സർവീസിൽ 3 സ്റ്റേജ് ആണ് ഉള്ളത്. ഒരു പ്രിലിം സ്റ്റേജ്, ഒരു മെയിൻ സ്റ്റേജ്, പിന്നെ അവസാനം ഇന്റർവ്യൂ സ്റ്റേജ്. അപ്പൊ ഈ ഇന്റർവ്യൂവില് ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ സ്കൂളിംഗ് പഠനമൊക്കെ ചെയ്തത് ഡൽഹിയിലായിരുന്നു. അപ്പൊ ഡൽഹിയിൽ വെച്ചിട്ട് അവിടെ കണ്ടുമുട്ടിയിട്ടുള്ള നോർത്ത് ഇന്ത്യൻസിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ കുട്ടികൾക്ക് പൊതുവെ ഒരു കോൺഫിഡൻസ് കുറവ് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും ഇന്റർവ്യൂവിനോട്ട് ബന്ധപ്പെട്ട്. അതൊരു പക്ഷെ നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ പോയി അവതരിപ്പിക്കുമ്പോൾ നമുക്ക് അറിവില്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു നാണക്കേട് വരുത്തുമെന്ന് ഓർത്തിട്ടായിരിക്കാം. അത് മാത്രം അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കോൺഫിഡൻസ് കുറവ്. അതുകൊണ്ട് കോൺഫിഡൻസ് ആണ് നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഒരുപക്ഷെ നെടുന്തൂൺ എന്ന് പറയുന്നത്. എനിവേ, എൻ്റെ ഇന്റർവ്യൂ 2018 2018 ഏപ്രിൽ 19 ആയിരുന്നു ഫിക്സ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ്. ജാനുവരി 10 ആ വർഷം റിസൾട്ട് വന്നത്. അപ്പൊ എനിക്ക് ഏകദേശം 3 മാസത്തെ ഒരു സമയം ഉണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യാൻ. ഈ 3 മാസത്തെ സമയത്ത് ഞാൻ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്തത് ഒരു മെന്റൽ പ്രിപ്പറേഷനിലാണ്. കാരണം UPSCയുടെ നോട്ടിഫിക്കേഷനിൽ പോലും
ആവശ്യമില്ല. ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റർവ്യൂവിലേക്ക് വിളിക്കുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാം. ഇപ്പോൾ 19-ാം തീയതി രാവിലെ ആയിരുന്നു എൻ്റെ ഇന്റർവ്യൂ. ഒരു ദിവസം ഏകദേശം 12 കുട്ടികളുടെ ഇന്റർവ്യൂ ആണ് നടക്കുന്നത്. ക്ലിയർ അല്ല എന്ന് ചിലർ പറയുന്നു. ഞാൻ എൻ്റെ ഇന്റർനെറ്റ് കണക്ഷൻ ഒന്ന് നോക്കിക്കോട്ടെ, ഒരു മിനിറ്റ്. എല്ലാവരും ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. സാർ ഒന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യും. ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഹലോ, ഇപ്പോൾ ഓഡിബിൾ ആണോ? യെസ് ഓഡിബിൾ ആണ്. സോറി ഫോർ ദ ഡിലേ, ചെറിയൊരു നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരുന്നു. ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. എനിവേ, കമ്മിങ് ബാക്ക്, ഇന്റർവ്യൂ പറഞ്ഞത് ഏപ്രിൽ 19-ാം തീയതി 2018. UPSC റിസൾട്ട്സ് വന്നത് ജാനുവരി 10-ാം തീയതി. അപ്പൊ എനിക്ക് എന്റെ ഇന്റർവ്യൂ ഡേറ്റ് വന്നത് ഏകദേശം 3 മാസത്തിന് ശേഷമാണ്. റിസൾട്ട്സ് വന്നതിന് ശേഷം എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഈ 3 മാസത്തെ സമയത്ത് ഞാൻ ഏറ്റവും അധികം ഫോക്കസ് ചെയ്തത് എന്റെ മെന്റൽ പ്രിപ്പറേഷനിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അറിവല്ല, നമ്മുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ മെജർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പൊതുവെ എനിക്ക് വായനാശീലം ഉള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് UPSC പ്രിപ്പറേഷൻ, അതായത് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത് പോലെ അല്ലല്ലോ നമ്മളൊരു പേഴ്സണാലിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പം ഒരു 2-3 ദിവസം കൊണ്ട് ഒരു പുസ്തകം വായിച്ച് തീർക്കാനുള്ളൊരു ശ്രമത്തിലായിരുന്നു ഞാൻ. അങ്ങനെ തന്നെ ആ ഒരു 3 മാസ സമയത്ത് ഏകദേശം 10-25ഓളം പുസ്തകം ഞാൻ വായിച്ചു തീർത്തു. അതൊന്ന്. രണ്ടാമത്തേതായിട്ട് ദിവസവും ഒരു 10-15 മിനിറ്റ് ഒരു മെഡിറ്റേഷൻ പോലെ. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ദിവസവും ഞാൻ കണ്ണടച്ച് എന്നെ തന്നെ ആ ഒരു UPSCയുടെ ഡൽഹിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇന്റർവ്യൂവിന് പോകുന്നതായിട്ടും ആ റൂമിലോട്ട് കടക്കുന്നതായിട്ടും ഒക്കെ വിഷ്വലൈസ് ചെയ്തിട്ട് എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാണെങ്കിൽ ഏത് രീതിയിൽ സംസാരിക്കണം, ഏത് രീതിയിൽ ഉത്തരങ്ങൾ പറയണം, അതൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്ത് ദിവസേന ഒരു മെഡിറ്റേഷൻ രൂപത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഒരാളെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ, കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ
നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന 5-6 പാനലിസ്റ്റുകൾ നമ്മളെക്കാളൊക്കെ സീനിയേഴ്സ് ആണ്. അപ്പൊ അവരെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ അറിവിലൂടെ ഇംപ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് നമ്മളെക്കാളും 10-30 കൊല്ലം വർക്ക് എക്സ്പീരിയൻസ് ഉള്ളു. നമ്മുടെ ഏജ് എത്രയാണോ അത്രയും തന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ നാച്ചുറലി നമ്മൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് അഹങ്കാരം ഉണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പാടില്ല. കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ആ കോൺഫിഡൻസിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു ആരഗന്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം അറിയില്ലെങ്കിൽ അതിന് നോ എന്ന് പറയണമെന്നും, അതുകൂടാതെ ഒരു മീഡിയോക്കർ ലൈഫ്, എപ്പോഴും എല്ലാത്തിനും ഒരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. ഇതിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ. എല്ലാത്തിനെയും കുറിച്ച് ഒരു ഒപ്പീനിയൻ ഉണ്ടാവണം എന്നത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ ഏപ്രിൽ 19 ഇന്റർവ്യൂവിന് പോകുന്നു. രാവിലത്തെ സെഷനിലായിരുന്നു എൻ്റെ ടൈം സ്ലോട്ട്. രണ്ടാമത്തെ ടൈം സ്ലോട്ട് ആയിരുന്നു. അപ്പൊ ആദ്യത്തെ ഇന്റർവ്യൂ തുടങ്ങുന്നത് ഏകദേശം 10 മണിക്കാണ്. അപ്പൊ 10 മണിക്ക് തുടങ്ങിയതിനു ശേഷം എന്റെ ഇന്റർവ്യൂ തുടങ്ങിയത് ഏകദേശം 10:45 രണ്ടാമത്തെ സ്ലോട്ട്. എന്റെ ഇന്റർവ്യൂ 3/4 മണിക്കൂർ ഉണ്ടായിരുന്നു, 45 മിനിറ്റ്. അപ്പൊ 10:45 തുടങ്ങിയിട്ട് ഏകദേശം 11:30 അവസാനിച്ചത്. അപ്പം ഇന്റർവ്യൂ നീണ്ടു പോവുകയാണ്. സാധാരണഗതിയിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ UPSCയുടെ ഒരു കണക്കനുസരിച്ച് 30 മിനിറ്റോളം നീളത്തുള്ളൂ. അതിനേക്കാളും കുറവാണെങ്കിലും ഡേഞ്ചറസ് ആണ്, കൂടുതലാണെങ്കിലും ഡേഞ്ചറസ് ആണ്. അപ്പൊ കൂടുതലാണെങ്കിൽ ഡേഞ്ചറസ് എന്ന് പറയാൻ കാരണം ഒന്നെങ്കിൽ അവർക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അതാണ് അതിന്റെ സത്യം. അപ്പൊ എനിക്ക് പേടിയായി, കാരണം 45 മിനിറ്റോളം ഇന്റർവ്യൂ കഴിഞ്ഞു. വാച്ച് നോക്കിയപ്പം 3/4 മണിക്കൂർ ഉണ്ടായിരുന്നു. ഏകദേശം 40-50 മിനിറ്റോളം ഉണ്ടായിരുന്നു. ഇനി അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു. അതിനുശേഷം ഭാഗ്യത്തിന് 2 ആഴ്ചക്കുള്ളിൽ റിസൾട്ട് വന്നു. അപ്പം മാർക്ക് അന്ന് വന്നില്ല. ഇന്റർവ്യൂവിന് മാർക്ക് വരാൻ വീണ്ടും 1 മാസം എടുത്തു. അപ്പൊ മാർക്ക് കണ്ടപ്പോഴാണ് ഒരുപക്ഷെ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം 45 മിനിറ്റ് നീണ്ടുപോയെന്നുള്ളൊരു എന്ന് തോന്നി. അപ്പം വേറൊരു ടെക്നിക്കൽ ആസ്പെക്ട് ഞാൻ പറഞ്ഞോട്ടെ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ UPSCയുടെ മൊത്തം പരീക്ഷയ്ക്ക് നമുക്ക് പരീക്ഷ 2025 മാർക്കിന്റെയാണ്. അതായത് നമ്മുടെ എഴുത്ത് പരീക്ഷയായ മെയിൻസ് പരീക്ഷയിൽ 1750 മാർക്കിന്റെ പേപ്പറുണ്ട്. 275 മാർക്കിന്റെയാണ് നമ്മുടെ ഇന്റർവ്യൂ. അപ്പൊ ഏകദേശം ഒരു 10-15% മാത്രമേ ഉള്ളൂ നമ്മുടെ എൻറ്റയർ UPSCയുടെ പരീക്ഷ ഇന്റർവ്യൂവിന്. പക്ഷേ ഈ 15% ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും ഇന്റർവ്യൂവില് 5-10 മാർക്കോ കൂടോ കുറയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സർവീസ് തന്നെ മാറിപ്പോകും. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പേര് ലിസ്റ്റിൽ വരാതിരിക്കാം. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്റർവ്യൂവിനെ ലൈറ്റ് ആയിട്ട് എടുക്കരുത്. ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഇന്റർവ്യൂ. 275 മാർക്ക്. എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറഞ്ഞാൽ 206 ആണ്. അതായത് കഴിഞ്ഞൊരു 5-6 കൊല്ലമായിട്ട് ഒരു പുതിയ നിയമമുണ്ട്. ഇന്റർവ്യൂ സബ്ജക്റ്റീവ് ആയതുകൊണ്ട് എത്രയാണോ ടോട്ടൽ മാർക്സ്, അതായത് 275 മാർക്ക് ആണെങ്കിൽ അതിന്റെ 75%, അതായത് 206 മാർക്ക് മാത്രമേ ഏറ്റവും ഹയസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. എന്റെ കൊല്ലം ഞാനും വേറെ അരുണാചൽ പ്രദേശിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമായിരുന്നു ഹയസ്റ്റ് മാർക്ക് കിട്ടിയത്. 201-202 മാർക്ക് കിട്ടിയ പലരും ഉണ്ട്, 4-5 പേരുണ്ട്. പക്ഷെ 206 എന്ന സംഖ്യ കിട്ടിയ 2 ആൾക്കാരേ ഉള്ളൂ. ഞാനും അരുണാചൽ പ്രദേശിലുള്ള ഒരു വ്യക്തി മാത്രം. അദ്ദേഹം ഇപ്പം ഇന്ത്യൻ ഫോറിൻ സർവീസിലാണ്. ഇതായിരുന്നു എന്റെ ഇന്റർവ്യൂ ജീവിത യാത്ര. അവരെന്നോട് ഏകദേശം 23-24 ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാത്തിനും ഒന്നും ഉത്തരം അറിയില്ലായിരുന്നു. 4-5 അറിയില്ല എന്ന് പറഞ്ഞു. 1-2 ചോദ്യങ്ങൾക്ക് അവർ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ആൻസർ പറഞ്ഞില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ചോദ്യം ഒരു പാനലിസ്റ്റ് എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചോദ്യം സൈമൾട്ടേനിയസ് എലക്ഷൻസിനെ കുറിച്ചാണ്. അപ്പൊ സൈമൾട്ടേനിയസ് എലക്ഷൻസ് നമ്മുടെ രാജ്യത്ത് നല്ലതാണോ അല്ലയോ എന്നാണ് ചോദ്യം. കാരണം ആ സമയത്ത് ന്യൂസിലൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഞാൻ സൈമൾട്ടേനിയസ് എലക്ഷനെ എതിർത്ത് പറഞ്ഞു. അപ്പൊ എതിർത്ത് പറഞ്ഞിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് സൈമൾട്ടേനിയസ് എലക്ഷൻസ് ഇന്ത്യയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉത്തരം കേട്ടതിന് ശേഷം എന്നോട് പറഞ്ഞു അദ്ദേഹം യോജിക്കുന്നില്ല എന്റെ ഉത്തരത്തോട്. പക്ഷേ ആരോ ക്ലാസ് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നു. ക്ലിയർ പ്രോബ്ലം ഉണ്ടോ? ഓഡിബിൾ ആണോ? ഓക്കെയാണ് സർ, കുഴപ്പമില്ല. സൈഡിലായിരിക്കും എന്തെങ്കിലും. ഓക്കെ. അപ്പം അങ്ങനെ സൈമൾട്ടേനിയസ് എലക്ഷൻസ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പാടില്ല എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം, പക്ഷെ ഞാൻ പറഞ്ഞ പാനലിസ്റ്റ് എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് സൈമൾട്ടേനിയസ് എലക്ഷൻസ് ഇന്ത്യയിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് അഭിപ്രായം. അപ്പൊ നമുക്ക് എന്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്.
നമ്മൾ പറയുന്ന ഉത്തരം അവർക്ക് സ്വീകാര്യമാവണമെന്നില്ല. എങ്കിലും അതിലൊന്നും തെറ്റില്ല. നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ്, അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ശരി തെറ്റ് എന്ന് പറഞ്ഞാലും അതിന് സ്റ്റാൻഡ് വേണം. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഉദാഹരണത്തിന് നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ വരുവാണെങ്കിൽ അത് ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ 1947 തൊട്ടേ ഇന്ത്യയുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്ന് വെച്ച് നമുക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം വന്നു എന്ന് പറഞ്ഞ് അവരായിട്ട് അങ്ങ് വാർ ഡിക്ലെയർ ചെയ്യാനൊന്നും പറ്റത്തില്ല, തിരിച്ചിങ്ങോട്ടും പറ്റത്തില്ല. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളോടൊരു ചോദ്യം ചോദിക്കുവാണ് പാനലിസ്റ്റ് എങ്കിൽ, ഇന്ത്യ പാകിസ്ഥാൻ ഇത്രയും വലിയ മേജർ ഇഷ്യൂ ആണ്, ഇങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കുന്നത് പറഞ്ഞാൽ എപ്പോഴും റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ തോന്നും. റാഷണൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് സംസാരിച്ച് തീർക്കാവുന്ന വിഷയങ്ങളുള്ളൂ, അല്ലാതെ കണ്ടപാടെ ഒരു വാർ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന രീതിയിൽ നമ്മളൊരു സട്ടിൽ ആയിട്ടുള്ളൊരു മിഡിൽ പാത്ത് എടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. ഇതാണ് നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ മെയിൻ ഘടകം. ചോദ്യങ്ങൾ ചോദിക്കും, നോ പറയാം, നോ പറയുന്നതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഒരു ഒപ്പീനിയൻ ഉണ്ടാവണം എന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കുവാണ്, ഇപ്പൊ കേരളത്തിൽ ഉദാഹരണത്തിന് ഇപ്പൊ കോവിഡ് ഇഷ്യൂ, അപ്പൊ കൊറോണയില് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർക്കും അതിനൊരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല, അതിനൊരു പ്രതിരോധം ഒരു രീതിയിലും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ എന്താണ് നമുക്ക് അതിനെതിരെ ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും നേരവണ്ണം ഉത്തരവില്ല. ഒരു സർക്കാരിനും ഒരുപക്ഷെ കോവിഡിനെതിരെ എന്ത് ചെയ്യണമെന്നും വ്യക്തമായിട്ടുള്ളൊരു ഉത്തരവ് കാണത്തില്ല. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് മാസ്ക് ഒക്കെ ധരിച്ച് കൈയൊക്കെ വൃത്തിയായി സൂക്ഷിച്ച് മുഖത്തൊന്നും തൊടാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പരമാവധി നമുക്ക് ഇതിന്റെ സോഷ്യൽ സ്പ്രെഡ് ഒഴിവാക്കാൻ സാധിക്കും എന്ന രീതിയിൽ നമ്മൾ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ തന്നെ അവർക്കത് ഇഷ്ടപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്റ്റാൻഡ് വേണം, ഒരു ഒപ്പീനിയൻ വേണം, നമുക്ക് തന്നെ നമ്മുടെ ഉത്തരങ്ങളെ കുറിച്ചൊരു വ്യക്തത വേണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ എന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ സമയത്ത് ഒരുപാട് മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പൊ മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡോക്ടർ ബാബു പോൾ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല, അദ്ദേഹം 2 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ബ്രദർ ഡോക്ടർ റോയ് പോൾ, അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനാണ്. രണ്ടുപേരും റിട്ടയർ ആയി. അപ്പൊ റോയ് പോൾ സാറ് ഹെഡ് ചെയ്ത ഒരു പാനൽ ഉണ്ടായിരുന്നു. ആ പാനലില് ഒരു മോക്ക് ഇന്റർവ്യൂവിന് വേണ്ടി ഞാൻ എറണാകുളത്ത് പോയി. അപ്പം അന്നത്തെ ഇന്റർവ്യൂ വളരെ നന്നായിട്ടല്ല പോയത് സത്യം പറഞ്ഞാൽ. അപ്പൊ ഇന്റർവ്യൂവിന് ശേഷം റോയ് സാർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം എന്നും ഓർത്തിരിക്കണം, എന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്റലക്ച്വൽ ഇൻക്വിസിറ്റീവ്നെസ് എന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നാണ് അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചൊരു പാഠം. അതായത് ഇന്റലക്ച്വൽ ഇൻക്വിസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും അറിയാനുള്ളൊരു ആഗ്രഹമുണ്ടായിരിക്കണം. പുസ്തകം വായിക്കുകയാണെങ്കിലും പത്രം വായിക്കുകയാണെങ്കിലും എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ നടക്കുന്നു, എന്തുകൊണ്ട് നടക്കുന്നു, ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ചും ലോകത്തെ 700 കോടിയിലധികം ജനങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ എന്തായാലും ഇന്നോ നാളെയോ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇന്ന് കൊറോണ ആണെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും വരും. അപ്പം ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഒരു ന്യൂക്ലിയർ വാർ വരാം, ഒരു വേൾഡ് വാർ 3 വരാം, ജനങ്ങളുടെ പോവർട്ടിക്കും ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയൊക്കെ നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്തണം. ഇതുപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം, ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളൊരു ആഗ്രഹമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ. അതൊരു സൊസൈറ്റി ആയിട്ടാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഒരു കൺട്രി ആയിട്ടാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഒരു വേൾഡ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വേണം. എല്ലാം നമ്മുടെ മൈൻഡിലാണല്ലോ കാര്യം. നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി തന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ ആറ്റിറ്റ്യൂഡോട് കൂടി തന്നെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരത്തില്ല. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സിവിൽ സർവീസിൽ പഠിക്കുമ്പോൾ ഈ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ എന്ന് പറയുന്ന 3 സ്റ്റേജ്, 3നെയും 3ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ പ്രിലിംസിന് പഠിക്കുന്നത് അത് തന്നെയാണ് മെയിൻസിന് വരുന്നത്. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഇന്റർവ്യൂവിന് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഈ റീഡിംഗ് ഹാബിറ്റ് എന്തായാലും നിങ്ങളുടെ ഈ സിവിൽ സർവീസ് ജേർണി കുറഞ്ഞത് 2 കൊല്ലം എടുക്കും. കാരണം ഈ പ്രിലിംസിന് തന്നെ കുറഞ്ഞത് ഒരു 4-5 മാസം നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട് തുടക്കക്കാരാണെങ്കിൽ. മെയിൻസിനും അത്രയും തന്നെ വേണം. നമ്മൾ അടുത്ത വർഷം 2021 പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം.
അപ്പോൾ ഒരു കൊല്ലം പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നു, അതിന്റെ കൂടെ തന്നെ മെയിൻസിനും പഠിക്കുന്നു, പിന്നെ 2022 ഇന്റർവ്യൂ. അങ്ങനെയാണല്ലോ വരുന്നത്. കാരണം 2021 പ്രിലിംസ് ആണെങ്കിൽ 2021 തന്നെ മെയിൻസ് എഴുതേണ്ടി വരും. ഇന്റർവ്യൂ വരാൻ പോകുന്നത് 2022 അപ്പൊ ഈ 2 വർഷത്തെ ഒരു ജേണിയാണ്, ഒരു യാത്രയാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത്. അപ്പൊ ഈ 2 വർഷത്തെ സമയത്തൊന്ന് ഓർത്ത് വയ്ക്കും, നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ച്, ദിവസേന പത്രമൊക്കെ വായിച്ച്, നിങ്ങളുടെ തന്നെ ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 700 ദിവസമാണ്. അപ്പൊ 700 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒക്കെ നല്ല പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. എനിവേ, വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഞാനത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ആ രീതിയിൽ ഞാനങ്ങ് പറഞ്ഞു പോകാന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ബോറിംഗ് ആയി പോകും. കാരണം ഒരുപാട് ചോദ്യങ്ങളും കാണും നിങ്ങൾക്ക്, കോൺഫിഡൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ആദ്യം ഞാൻ നിങ്ങളുടെ ചാറ്റ് ബോക്സ് ക്ലിയറും കൂടെ എന്തെങ്കിലും സഹായിക്കുവാണെങ്കിൽ, ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് എന്നോട് പറയുകയാണെങ്കിൽ ഞാനത് നോക്കിയിട്ട് പറയാം. അതിന്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പോലെ എനിക്കും കാണാമോ ചാറ്റ്സ്? യെസ്, കാണാൻ പറ്റും. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാണാമോ സർ? ഏതാ? അല്ലെങ്കിൽ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ, ഏതാ ക്വസ്റ്റ്യൻ? ഓക്കെ, സാറിനടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കൂൾ ആയിട്ടാണോ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. കൂൾ ആയിട്ടാണോ അപ്രോച്ച് ചെയ്യേണ്ടത്? ഓക്കെ, നല്ല ചോദ്യം. കൂൾ എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടായിരിക്കും, നാച്ചുറലി ടെൻഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഇത്രയും മുതിർന്ന IAS-ഉം സോഷ്യൽ ആക്ടിവിസ്റ്റുകളുടെ ഒക്കെ ഇടയ്ക്ക് പോയിട്ട് ഈ 5-6 പേരായിരിക്കും നമ്മുടെ ഇന്റർവ്യൂ പാനലുള്ളത്. അപ്പൊ ഇവര് ആരാണെന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ ആരാണോ ഇന്റർവ്യൂ പാനൽ ഹെഡ് ചെയ്യുന്നത് അവരുടെ ഡോറിന്റെ മുമ്പിൽ എത്തുമ്പോൾ മാത്രമാണ് അവരുടെ പേര് എഴുതുന്നത്. ഉദാഹരണത്തിന് എന്റെ ബോർഡ് ചെയർപേഴ്സൺ ശ്രീമതി സ്മിത നാഗരാജ് ആയിരുന്നു. അവര് ഒരു IAS ഉദ്യോഗസ്ഥയാണ്, റിട്ടയർ ആയി. അല്ല, ഇപ്പോഴും UPSC-യിലുണ്ട്. എനിക്ക് അടുത്ത വർഷം അവര് തമിഴ്നാട് കാർഡ് IAS ഓഫീസറാണ്. അപ്പൊ അവരായിരുന്നു പാനൽ ഹെഡ് ചെയ്തത്. അവരുടെ പേര് മാത്രം ഡോറിന്റെ പുറത്ത് ഞാൻ കണ്ടു. ആരാണ് UPSC മെമ്പർ അല്ലെങ്കിൽ UPSC ചെയർപേഴ്സൺ, അവരായിരിക്കും ആ ബോർഡിന്റെ ചെയർപേഴ്സൺ. അങ്ങനെ 5-6 ബോർഡാണ് ഒരേ സമയത്ത് ഇന്റർവ്യൂ എടുക്കുന്നത്. ബാക്കി 4-5 പേര് ആരൊക്കെയാണ് നമുക്ക് നേരത്തെ അറിയത്തില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഒരു പക്ഷേ കണ്ടുപരിചയം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ കൂളായിട്ടിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇത്രയും വലിയ സ്റ്റേജിൽ നമുക്ക് ടെൻഷൻ ഇല്ല എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ മനുഷ്യരാണെങ്കിൽ നമുക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവും, എന്തായാലും ഒരു പ്രഷർ ഫീൽ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവരതാ നോക്കുന്നത്. നമ്മളെ പ്രഷർ സിറ്റുവേഷൻസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, കൂളായിട്ടാണോ, ചിരിച്ചുകൊണ്ടാണോ ഉത്തരം പറയുന്നത്. എന്നാൽ ഓവറായിട്ട് ഒരു കോമാളി കഥാപാത്രമായിട്ട് നമ്മൾ മാറരുത്. സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് സീരിയസ് ആയിട്ട് തന്നെ ഉത്തരം പറയണം. അവര് തന്നെ എന്തെങ്കിലും കോമിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ചിരിച്ചങ്ങ് കൊടുത്തോണം. ബേസിക്കലി നമ്മളവിടെ ഒരു ഈഗോ മസാജാണ്. ഇതൊന്നും പുറത്ത് പറയരുത്, പക്ഷെ സംഭവം ഇതാണ്. നമ്മളവിടെ അവരും മനുഷ്യരാണ്, നമ്മളൊരു മനുഷ്യനാണ്. അവരുടെ ഈഗോ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ കൂളായിരിക്കണം, കോൺഫിഡന്റ് ആയിരിക്കണം. പക്ഷെ അതേ സമയത്ത് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് തന്നെ വേണം ഇന്റർവ്യൂ പാനലിലോട്ട് പോകേണ്ടത്. ജോത്സ്ന ചോദിക്കുന്നു, മലയാളത്തിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നല്ല ചോദ്യം ജോത്സ്ന. ഇത് നമുക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവര് നമുക്കൊരു ഓപ്ഷൻ ചോദിക്കും. അപ്പൊ നമ്മൾ മലയാളത്തിലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ കൂടെ ഒരു ട്രാൻസ്ലേറ്റർ കൂടി കാണും. അത് അവര് തന്നെ ഏർപ്പാടാക്കുന്നതാണ്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്, ഞാൻ പറയാം. നമ്മൾ മലയാളികളാണെങ്കിൽ മലയാളികൾക്ക് പൊതുവെ നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ താരതമ്യേന ഭയങ്കര നല്ലതായതുകൊണ്ട് ഒരുപക്ഷെ വെസ്റ്റേൺ കൺട്രീസ് ആയിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഒരേ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കേരളത്തിന്റെ മാത്രമാണ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ച് വളർന്നാൽ കൂടി നമുക്ക് ബേസിക് ഇംഗ്ലീഷ് പറയാൻ അറിയാവുന്നവരാണ് മിക്കവരും. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമകളും ഹിന്ദി സിനിമകളും ഒക്കെ കണ്ടു വളരുന്നതുകൊണ്ട് അവർക്ക് ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് ഒക്കെ പറയാൻ അറിയാവുന്നതാണ്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ ഒരു പ്രോസസ്സാണ്, അതായത് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വീക്ക് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ 2 വർഷം എടുത്തിട്ട് നിങ്ങൾ ഇംഗ്ലീഷും
ഇംപ്രൂവ് ചെയ്യണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ഒരു നിവൃത്തിയില്ലെങ്കിൽ മലയാളത്തിൽ എടുക്കാം. പക്ഷെ നാച്ചുറൽ നിങ്ങൾ തന്നെ ലോജിക്കൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ സൈഡിൽ ഒരു ട്രാൻസ്ലേറ്റർ ഇരിക്കുന്നു, നമ്മുടെ മുൻപിൽ മലയാളം അറിയില്ലാത്ത കുറെ ആൾക്കാർ ഇരിക്കുന്നു, നമ്മൾ മലയാളത്തിൽ ഒരു ഉത്തരം പറയുന്നു, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരിലേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോൾ മിസ്കമ്മ്യൂണിക്കേഷൻ വരാൻ വന്നേക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് അല്ല അവരിൽ എത്തുന്നതെങ്കിൽ നമ്മുടെ മാർക്ക് നാച്ചുറലി കുറയും. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ എന്റെ അഭിപ്രായം നിങ്ങൾ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എടുക്കാൻ നോക്കണം. ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ ഇപ്പോഴും പറയാനുള്ള ഒരു കാര്യമുണ്ട്, not knowing English is not a disadvantage, but knowing English is definitely an advantage. അപ്പോൾ if you know English, it is an advantage. അപ്പോൾ നല്ല ഭാഷ സംസാരിക്കാൻ അറിയാമെങ്കിൽ, ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ നാച്ചുറലി നിങ്ങളുടെ പോയിന്റ്സിനൊക്കെ ഒരു കുറച്ചുകൂടെ വ്യക്തത കാണും, അവർ ഇംപ്രസ്ഡ് ആവും. പക്ഷെ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഡിസ്ക്രിമിനേഷൻ ഒന്നും ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. UPSCയുടെ ചരിത്രത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. ഇംഗ്ലീഷ് അറിയില്ലാത്ത കുട്ടിയെ അതുകൊണ്ട് സർവീസിൽ കയറ്റത്തില്ല എന്നൊന്നും ഒരിക്കലും പറയത്തുമില്ല, അവരൊരു രീതിയിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യത്തുമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. സിവിൽ സർവീസ് എക്സാമിനേഷന്റെ സമയത്ത് എങ്ങനെയുള്ള ബുക്സ് ആണ് സാർ വായിക്കാറുള്ളത് ജനറൽ റീഡിങ്ങിന് വേണ്ടിയിട്ട്? ഐശ്വര്യ. ഓക്കെ, ഐശ്വര്യ, ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കഴിഞ്ഞൊരു എനിക്ക് പണ്ട് മുതൽ പുസ്തകം വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. സ്കൂൾ മുതലേ ലൈബ്രറിയിലൂടെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ അച്ഛനാണെങ്കിലും എൻ്റെ ചേട്ടനാണെങ്കിലും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ശീലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പുസ്തകങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ട്. ആ ആക്സസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത്. എല്ലാ വർഷവും കുറഞ്ഞത് ഒരു 30 മുതൽ 50 പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. ഈ 30 മുതൽ 50 പുസ്തകം എന്ന് പറയുമ്പോൾ ഏകദേശം 1 book per week അതായിരുന്നു എൻ്റെ ടാർഗറ്റ്. അത് എപ്പോഴും സാധിക്കാറില്ല. ചില കൊല്ലങ്ങളൊക്കെ കുറച്ചുകൂടെ ബിസി ആണെങ്കിൽ, ഹെക്ടിക് ആണെങ്കിൽ അത്രയൊന്നും എത്തത്തില്ല. പക്ഷെ കുറഞ്ഞത് ഞാൻ 30 പുസ്തകങ്ങൾ ഒരു വർഷം വായിക്കാറുണ്ട്. അപ്പൊ സിവിൽ സർവീസ് ബന്ധപ്പെട്ട ജനറൽ റീഡിംഗ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് ജനറൽ റീഡിംഗ് പുസ്തകങ്ങൾ എടുത്താലും അത് നല്ലതിന് വേണ്ടിയായിരിക്കും. അത് നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കാം, ഇംഗ്ലീഷിലും വായിക്കാം. മലയാളം പുസ്തകങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്, കാരണം കൂടുതൽ ഇവിടെ നോവലുകളാണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്ക് നോൺ ഫിക്ഷൻ ബുക്സ് കൂടുതൽ കിട്ടും. ഇപ്പൊ നോൺ ഫിക്ഷൻ ബുക്സിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് തന്നെ മാറ്റിക്കളയും. എന്ന് വെച്ചാൽ ഫിക്ഷൻ ബുക്സ് വായിക്കരുതെന്നല്ല, വേണമെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത്, ഇപ്പൊ ഒരു കൊല്ലം നിങ്ങൾ 30-40 പുസ്തകം വായിക്കാൻ ഒരു ടാർഗറ്റ് ഇടുകയാണെങ്കിൽ അതിൽ ഒരു 20 പുസ്തകം ഫിക്ഷനും ബാക്കി 20 പുസ്തകം നോൺ ഫിക്ഷനും വായിക്കാനുള്ളൊരു ശ്രമം നടത്താം. അതെപ്പോഴും നല്ലതായിരിക്കും. ഇപ്പൊ ഡിവൈഡ് ചെയ്യുക. ഫിക്ഷൻ ബുക്സ് വായിച്ചാൽ നിങ്ങളുടെ വൊക്കാബുലറി കൂട്ടാം, അല്ലെങ്കിൽ ഒരുപാട് പുതിയ പുതിയ ഐഡിയാസ് കിട്ടും. ഇപ്പൊ എനിക്ക് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ വായിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഷെർലക് ഹോംസ് ആയാലും അഗാത്ത ക്രിസ്റ്റിയുടെ ഹെർക്യൂൽ പോയറോട്ട് ആണെങ്കിലും മലയാളത്തിലും ഒരുപാട് ഡിറ്റക്റ്റീവ് ഫിക്ഷൻസ് ഒരുപാട് വായിക്കാറുണ്ട്. അതിന്റെ കൂടെ തന്നെ നോൺ ഫിക്ഷൻസും ഞാൻ മാറി മാറി വായിക്കും. അപ്പൊ ജനറൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നൊരു കാറ്റഗറി ഇല്ല, ഇന്നൊരു ജോണർ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാം. അത് ഏത് പുസ്തകമാവും, അത് ഏത് ഭാഷയിലും ആവും. മലയാളമെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഭാഷ അറിയാമെങ്കിൽ ആ ഭാഷയിലെ പുസ്തകങ്ങൾ പക്ഷെ വായിക്കണം. അപ്പൊ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ കിൻഡിൽ ഉപയോഗിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ പണ്ട് ഈ ഓൺലൈൻ റീഡിംഗ് എഴുതുകയായിരുന്നു. കാരണം എനിക്കൊരു പുസ്തകമൊക്കെ കയ്യിൽ വെച്ച് വായിക്കുന്നതാണ് പണ്ടേ ഇഷ്ടം. പക്ഷെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്നോട് പറഞ്ഞു, നീ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും സൗകര്യം കിൻഡിലല്ലേ, കാരണം കൊണ്ടു നടക്കാൻ ഒരു ഡിവൈസ് മാത്രം എടുത്തുകൊണ്ട് നടന്നാൽ മതിയല്ലോ. ഒരുപാട് പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചത്. അങ്ങനെ ഒരു പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കിയപ്പം ഭയങ്കര സൗകര്യമാണ്, കാരണം പുസ്തകങ്ങൾക്ക് വിലയും കുറവാണ്, കൊണ്ട് നടക്കാനും എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന പുസ്തകം ഇന്നൊരു ജോണർ എന്ന് ഞാൻ പറയത്തില്ല, കാറ്റഗറി എന്ന് ഞാൻ പറയത്തില്ല. നോൺ ഫിക്ഷനും മാറി മാറി വായിക്കാൻ ശ്രമിക്കും. ഓക്കെ, മാളവിക ചോദിക്കുന്നു, സർ കുറച്ച് can you suggest few books that must be read to improve our personality? Suggest few books. Okay. See, right now I'm reading a book called O Jerusalem. O Jerusalem is a book that speaks of the Israel-Palestine issue. Appo ee book, if you ask me how is this book helping me in my personality, in addition to giving me knowledge of the issue, what happened, ee book basically Israel and the Rajyam undayathu 1947-48 കാലഘട്ടത്തിലാണ്, immediately after World War II. അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് ജെറൂസലേം, ഈ ജൂസ് എല്ലാം വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് ഇസ്രയേൽ എന്ന സ്റ്റേറ്റിലോട്ട് മൈഗ്രേറ്റ് ചെയ്തത്, ഇങ്ങനത്തെ കുറെ ഫാക്ട്സ് ആണ് എനിക്ക് കിട്ടുന്നത്.
പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരുപാട് ഇമോഷൻസും ഉണ്ട്. കാരണം ഇറ്റ്സ് ബേസിക്കലി റിലേറ്റഡ് ടു ദി ബർത്ത് ഓഫ് എ കൺട്രി. ഇൻഫാക്ട് as per foreign policy, in fact in history also, they say that there are two issues that are not solvable at all, that are or rather to put it in a different way, are the most difficult problems to solve. They are, one is the Israel-Palestine issue and second is the India-Pakistan issue. ഈ രണ്ട് ഇഷ്യൂസിനെ എപ്പോഴും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ they seem very unsolvable. അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് ഇഷ്യൂ. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കും നമുക്ക് ഇവിടെ നിന്ന് ചിന്തിക്കാൻ എളുപ്പം. ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് പോയി പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററിനോടോ പ്രസിഡന്റിനോടോ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെല്ലാം തീരത്തില്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അത്ര എളുപ്പമല്ല. കാരണം അൾട്ടിമേറ്റ്ലി വി ആർ ഡീലിംഗ് വിത്ത് ഹ്യൂമൻസ്. അപ്പൊ നാളെ നിങ്ങളൊക്കെ സിവിൽ സർവീസ് ആവാനിരിക്കുന്ന കുട്ടികളാണ്. നാളെ നിങ്ങൾ സിവിൽ സർവീസ് ആവുമ്പോഴും ഞാനും ഇപ്പോൾ ആസ് ഓഫ് നൗ വി ഓൾ ഡീൽ വിത്ത് പീപ്പിൾ അല്ലെ. ഇപ്പൊ മനുഷ്യരായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. മനുഷ്യരെ ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. ഫാക്ട്സ് കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇമോഷൻസ് മനസ്സിലാക്കാൻ പുസ്തകത്തിലൂടെ ഒരുപാട് സാധിക്കും. അത് ഫിക്ഷൻ ആണെങ്കിലും നോൺ ഫിക്ഷൻ ആണെങ്കിലും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ ഓ ജെറൂസലേം വായിക്കാം, ഹറാരിയുടെ സേപ്പിയൻസ് വായിക്കാം. സേപ്പിയൻസ് ഒക്കെ ഇപ്പൊ ഭയങ്കര പ്രൈമായിട്ട് ലൈം ലൈറ്റിൽ ഇരിക്കുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ടാണ് സേപ്പിയൻസിന്റെ പേരെടുത്തത്. പിന്നെ ഗൺസ് ജേംസ് ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്ന ഹിസ്റ്ററിയുടെ പുസ്തകമുണ്ട്. എനിക്ക് ഹിസ്റ്ററി താല്പര്യമുള്ളതുകൊണ്ടാണ് ഹിസ്റ്ററിയുടെ പുസ്തകമൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ മലയാളത്തിലും എത്രയോ പുസ്തകങ്ങളുണ്ട്. സാറാ ജോസഫിന്റെ ബുധിനി എന്നൊരു പുസ്തകമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചത്. അത് നല്ലൊരു പുസ്തകമാണ്. അപ്പം അങ്ങനെ ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിക്കാം. മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി മൈ എക്സ്പെരിമെന്റ്സ് ഇൻ ട്രൂത്ത് വായിക്കാം. പിന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പൊ ഇന്ന പുസ്തകം ഞാൻ പറയത്തില്ല, ഞാനിപ്പോ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന പുസ്തകങ്ങളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. ഗോ ഫോർ എനി ബുക്ക്. നിങ്ങൾക്ക് ഒരു പുസ്തകം വായന ഒരു ശീലമായി കഴിഞ്ഞാൽ യു വോണ്ട് സ്റ്റോപ്പ് അറ്റ് എനി വൺ ബുക്ക്. യു വുഡ് വാണ്ട് ടു കീപ് റീഡിംഗ് അഗൈൻ ആൻഡ് അഗൈൻ. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രേവതി ചോദിക്കുന്നു സർ, ലൈക്ക് നമ്മളുടെ DAF അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമ്മളെ ഇന്റർവ്യൂവിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അത് ഡിറക്ഷൻസ് പോവും നമ്മൾ പറയാറുള്ളത്? രേവതി, അപ്പം രേവതിയെ ഇത് നമ്മൾ ഡാഫ് എന്നാണ് വിളിക്കുന്നത്, ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം. ഈ ഡാഫ് നമ്മുടെ മെയിൻസ് പരീക്ഷയ്ക്ക് ശേഷമാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഈ ഡാഫ് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റെസ്യൂമെ തന്നെയാണ്, നമ്മുടെ ബയോഡേറ്റ. അതില് നമുക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയ മാർക്കും 12ാം ക്ലാസ്സിൽ കിട്ടിയ മാർക്കും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ സ്കൂളിലൊക്കെ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു, ഒരു അബവ് ആവറേജ് 80% ഒക്കെ മാർക്ക് കിട്ടി. കാരണം സ്പോർട്സിൽ ഭയങ്കര താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. ഒരു ക്രിക്കറ്റ് ഒക്കെ ഒരു പ്രൊഫഷണലി എടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എനിവേ ആ മോഹമൊന്നും നടന്നില്ല. എനിവേ നമ്മുടെ ഡാഫില്, അതായത് നമ്മുടെ റെസ്യൂമേല് നമ്മുടെ ഹിസ്റ്ററി, അതായത് നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് കാണും. അതുകൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോബീസ് സെക്ഷനാണ്. ഈ ഹോബീസ് എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇന്റർവ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി ആക്ച്വലി നമ്മുടെ ഹോബീസിലൂടെ റിഫ്ലക്ട് ചെയ്യപ്പെടും എന്നതാണ് പൊതുവെ സൈക്കോളജിയിൽ വിശ്വസിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ വരയ്ക്കും, എനിക്ക് സ്കെച്ചിങ് ഇഷ്ടമാണ്, ഞാൻ പുസ്തകങ്ങൾ വായിക്കും, എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ സിനിമകൾ കാണുന്നത് ഇഷ്ടമാണ്, സ്പോർട്സ് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ഫോളോ ചെയ്യുന്നത് ഇഷ്ടമാണ്, ടെന്നീസ് ഫോളോ ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളൊരു ഇമേജ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയത്തില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ, തുടക്കത്തിൽ തന്നെ റെസ്യൂമെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഇംപ്രഷൻ ഉള്ള വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ ഇനി ഇരിക്കാൻ പോകുന്നത് എന്നൊരു ഫീലിംഗോടെ ആയിരിക്കും നമ്മൾ ഇന്റർവ്യൂ തുടങ്ങാൻ പോകുന്നത്. പക്ഷെ അതൊരു തുടക്കം മാത്രമാണ്. അതിനുശേഷമുള്ള ഒരു 10, 30, 45 മിനിറ്റ് നമ്മൾ അവരെ ഇംപ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടൂ. അതുകൊണ്ട് തന്നെ റെസ്യൂമെയിൽ സൂക്ഷിച്ചു വേണം നമ്മൾ ഡീറ്റെയിൽസ് ഇടാൻ. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് ഗിറ്റാർ വായിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ എങ്കിലും ഹോബിയിൽ ഗിറ്റാർ വായന എഴുതി. എന്നിട്ട് മെയിൻസ് പരീക്ഷയ്ക്ക് ശേഷം ദിവസവും 3-4 മണിക്കൂർ ഗിറ്റാർ പ്രാക്ടീസ് ചെയ്ത് ഇന്റർവ്യൂ കോൾ കിട്ടിയപ്പോഴേക്കും നല്ലൊരു ഗിറ്റാർ പ്ലെയർ ആയിട്ട് അവിടെ പോയി ഇന്റർവ്യൂ കൊടുത്ത് നല്ല മാർക്കോടെ ക്ലിയർ ചെയ്തു. അങ്ങനെ കള്ളത്തരം കാണിക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. അപ്പം ചിലരൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റെസ്യൂമേല് പോൾ വോൾട്ട് സ്റ്റാർ ആണെന്നൊക്കെ അറിയാം. പോൾ വോൾട്ട് അറിയാമല്ലോ, ഒളിമ്പിക് ഇവന്റ് ആണ്. അപ്പൊ പോൾ വോൾട്ട് സ്റ്റാർ ആണെന്നൊക്കെ എഴുതാൻ പറ്റും. പക്ഷെ അതൊക്കെ നമ്മുടെ ഇഷ്ടം. കാരണം അവര് നമ്മളെ കൊണ്ട് പോൾ വോൾട്ട് ഒന്നും ചെയ്ത് കാണിക്കാൻ പറയുന്നില്ല, റൂമിൽ ഇരിക്കുന്നു എന്നല്ലോ. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായി പറയാനുള്ളൊരു അറിവ് ഉണ്ടായിരിക്കണം. നമുക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഹോബി പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്സ്, ക്രിക്കറ്റിന്റെ ബേസിക്സ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഒരു ഗുഗ്ലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയണം, അല്ലെങ്കിൽ ഒരു ദൂസറ എങ്ങനെ എറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് അറിയണം. അപ്പൊ അതാണ് നമ്മുടെ ബേസിക്സ്. ഇപ്പൊ ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എഴുതിയത് അന്ന് എന്റെ ഹോബീസ് ആയിട്ട് റീഡിങ് ഡിറ്റക്റ്റീവ് നോവൽസ്, ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, ഡൂഡ്ലിംഗ്, സ്കെച്ചിങ്, പിന്നെ 2-3 കാര്യങ്ങളൊക്കെ എഴുതി. ഡിബേറ്റിംഗ് അതൊക്കെയാണ് എഴുതിയത്. കാരണം കോളേജിലൊക്കെ നമ്മുടെ പ്രൈസസ് ഒക്കെ കുറച്ച് ഡിബേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. എനിക്കിപ്പോ ഞാൻ ക്വിസർ ആയിരുന്നില്ല, ഞാൻ പക്ഷെ ഡിബേറ്റിംഗിലുണ്ടായിരുന്നു. അപ്പോ ഞാൻ ഡിബേറ്റിംഗ് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്വിസിങ് എഴുതിയില്ല. അപ്പൊ ക്വിസിങ് എഴുതാത്തപ്പോൾ അവരെന്നോട് ഒരു ചോദ്യം എനിക്ക് ഓർമ്മയുണ്ട്, എന്നോട് ചോദിച്ചത് ഡിബേറ്റർ ആയിട്ട് എന്തുകൊണ്ട് ക്വിസർ അല്ലാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഫാക്ട്സ് ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ക്വിസർ എന്ന് പറഞ്ഞാൽ ഫാക്ട്സ് എല്ലാം ഓർത്തിരിക്കണം, നമ്മൾ ചെറിയ ചെറിയ സട്ടിൽ ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ ഓർത്തിരിക്കണം. ഇന്ന പ്ലെയർ അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആരാണ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ ഓർത്തിരിക്കാറില്ല, എനിക്ക് അത്ര ഒരു മെമ്മറി പവർ ഇല്ല, അതുകൊണ്ടാണ് ക്വിസർ അല്ലാത്തത്. പക്ഷെ ഡിബേറ്റിംഗ് നമ്മുടെ ഒരു കഴിവാണ്, നമുക്ക് സംസാരിച്ച് ഒരു പോയിന്റ് മുന്നോട്ട് വയ്ക്കാൻ പറ്റുമെങ്കിൽ അത് ഡിബേറ്റിംഗിന് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ദാറ്റ്സ് വൈ ഐ എം എ ഗുഡ് ഡിബേറ്റർ, or at least I believe I'm a good debater, but I'm a bad quizzer എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ probably they liked it. So resume, your DAF is very important. അതിനെ സൂക്ഷിച്ച് തന്നെ ഫിൽ ചെയ്യണം. കള്ളത്തരം എഴുതരുത്, ഒരിക്കലും ഫേക്ക് ആവരുത്, അറിയില്ലാത്ത കാര്യങ്ങൾ എഴുതാതിരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ബാഡ്മിന്റൺ അധികം കളിക്കാറില്ല, പക്ഷെ എനിക്ക് ബാക്കി സ്പോർട്സ് ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ബാഡ്മിന്റനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പൊ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അവിടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കേണ്ട. ഫേക്ക് ആവരുത്, be true to yourself as well as to the board. ഓക്കെ, ശ്രീലക്ഷ്മി ചോദിക്കുന്നു സാറിന്റെ അടുത്ത് ഇന്റർവ്യൂവിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അതിൽ സാറ് പറഞ്ഞ ആൻസേഴ്സും റീകളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് 23-24 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒരു ചോദ്യം നേരത്തെ പറഞ്ഞ പോലെ whether I support simultaneous elections or not, അതുണ്ടായിരുന്നു. പിന്നെ എന്റെ ഒരു തുടക്കത്തിലൊരു ചോദ്യമുണ്ട്, അത് ഞാൻ ഒരിക്കലും മറക്കില്ലാത്തൊരു ചോദ്യമാണ്. ഇപ്പൊ സ്മിത നാഗരാജ് മാഡം ബോർഡ് ചെയർപേഴ്സൺ ആയതുകൊണ്ട് ആദ്യം അവരാണ് ഇന്റർവ്യൂ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ കയറി വന്നു, ഞാൻ ഒരു ലൈറ്റ് കളേർഡ് കോട്ട്. അപ്പൊ ഞാൻ കുറച്ച് സൈക്കോളജിക്കലി ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. അപ്പം ഞാൻ ഒരുപാട് സട്ടിൽ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഉദാഹരണം ഞാൻ പറയാം. അൾട്ടിമേറ്റ്ലി വാട്ട് മാറ്റേഴ്സ് ഇസ് യുവർ കോൺഫിഡൻസ്. അപ്പൊ എന്റെ കോൺഫിഡൻസ് ആണ് എന്റെ ഏറ്റവും വലിയ ബലം എന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ കോൺഫിഡന്റ് ആണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടും. അങ്ങനെ ഞാൻ ലൈറ്റ് കളേർഡ് കോട്ടാണ് ഇട്ടത്. പൊതുവെ എല്ലാവരും ഡാർക്ക് കളേർഡ് കോട്ട് ഒക്കെ ഇടാറ്, ഞാൻ ലൈറ്റ് കളേർഡ് കോട്ട് ഇട്ടു. കാരണം എനിക്ക് തോന്നി കണ്ണിന് കാണാനും കുറച്ചുകൂടെ ഒക്കെ സട്ടിലായിരിക്കും, അവർക്ക് ഒരു പക്ഷേ ഒരു പ്ലസന്റ് ഫീൽ തോന്നും. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, താടിയൊക്കെ ഷേവ് ചെയ്ത് മുടിയൊക്കെ ചെറുതായിട്ട് ഷോർട്ട് ചെയ്ത് അങ്ങനെയാണ് ചെന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം അവരുടേത്, ഒരു സെക്കൻഡ്, ഞാൻ എന്റെ ലാപ്ടോപ്പിന് ചാർജിലാന്ന് തോന്നുന്നു, എനിക്ക് ഒരു മിനിറ്റ് തരുമോ, ഞാൻ കറക്റ്റ് ചെയ്തോട്ടെ. ഹലോ, കേൾക്കാമോ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്റർവ്യൂ. ഓക്കെ, അപ്പം എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം സ്മിത നാഗരാജ് മാഡം, ഞാൻ 2014 പാസ് ഔട്ട് ആണ്. 2014 ഞാൻ ബിടെക് എഞ്ചിനീയറിംഗ് ഇവിടെ തിരുവനന്തപുരത്ത് മാർ ബസേലിയസ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയതിനു ശേഷം അന്ന് എനിക്ക് 4-5 ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ജോലി കിട്ടിയിരുന്നു. ഇൻഫോസിസില്, UST-ല്, SIB ബാങ്കില്, SBI ബാങ്കില്, അങ്ങനെ സൺടെക് എന്ന് പറയുന്ന കമ്പനി, അങ്ങനെ 5-6 ജോലി കിട്ടി. പക്ഷെ അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ സിവിൽ സർവീസ് പഠനം തുടങ്ങിയത്. ഞാൻ എന്റെ 3ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത്, അതായത് ഇന്റർവ്യൂ സ്റ്റേജ് വരെ പോകുന്നത്. അപ്പൊ അവരോട് എന്നോട് ആദ്യം ചോദിച്ചത്, എന്റെ റെസ്യൂമെ കണ്ടിട്ട് എന്നോട് ചോദിച്ചു, കുറെ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് അത് ജോയിൻ ചെയ്തില്ല? അപ്പൊ 3 കൊല്ലമായി. അപ്പൊ 2017 ശേഷം 2017 ഇന്റർവ്യൂന്ന് പോകുന്നത്.
അപ്പം 3-4 കൊല്ലമായി ഡു യു റിഗ്രറ്റ് നോട്ട് ജോയിനിങ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ ഭയങ്കര ആ സമയത്ത് എന്തോ കോൺഫിഡൻസ് ഒക്കെ കയറിയിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മാം ഇഫ് ഐ വുഡന്റ് ബി സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു എന്ന് പറഞ്ഞു. അപ്പൊ ഇറ്റ് വാസ് അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു കോക്കി ആൻസറാണ്, ഒരു കോൺഫിഡൻസോടെ പറയുന്ന ആൻസറാണ്. ഒരുപക്ഷെ പറയുന്ന രീതി ഒന്ന് സട്ടിലായിട്ട് തെറ്റിയിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ആരഗന്റ് ആണെന്നുള്ളൊരു ഇമേജ് പറയാൻ ശ്രമിക്കും. അപ്പം അതായിരുന്നു എന്റെ അതൊരു ചോദ്യം. വേറൊരു ചോദ്യം ഉണ്ടായിരുന്നത്, കേരളത്തിൽ ആ സമയത്ത് എനിക്കൊന്ന് ബാറിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് നാഷണൽ ഹൈവേ, സുപ്രീം കോടതി ഒരു ഓർഡർ ഉണ്ടായിരുന്നു, ഈ നാഷണൽ ഹൈവേസിൽ 50 മീറ്റർ അപ്പുറത്ത് മാത്രമേ ബാറുകൾ തുടങ്ങാൻ പാടുള്ളൂ. അപ്പൊ കേരളത്തിൽ അത് വലിയ ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും, ആ സമയത്ത് ന്യൂസിൽ വലിയ ഇഷ്യൂ ആയിരുന്നു. അപ്പൊ എന്നോട് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിച്ചു. ഞാൻ അതിനുള്ള ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് ശരിയായ ഒരു രീതിയല്ല. കാരണം ഇപ്പം ബാറിൽ പോകാൻ 50 മീറ്ററിന് അപ്പുറത്തോടാണെന്ന് പറഞ്ഞാൽ 50 മീറ്റർ എന്നുള്ളത് 51 മീറ്റർ ആണെങ്കിൽ കൂടി വലിയ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് കുടിക്കാൻ ആഗ്രഹമുള്ളവര് തീർച്ചയായിട്ടും വണ്ടി ഓടിച്ച് അവിടെ വരെ മേടിക്കാൻ പോകും. അതൊരു വലിയ പ്രശ്നമായിട്ട് അവർ കണക്കാക്കത്തില്ല എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഉത്തരം പറഞ്ഞു. വേറെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഓർമ്മ വരുന്നില്ല. യൂട്യൂബിൽ ആക്ച്വലി എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ എൻ്റെ ഇന്റർവ്യൂ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നത്. ഒരുപക്ഷെ അതിനകത്ത് കുറച്ചുകൂടെ ഒക്കെ കാണും. അപ്പൊ ഇത്രയും എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. സോറി. ഓക്കെ സർ, കേൾക്കാമോ? എന്റെ കണക്ഷൻ ജസ്റ്റ് ഒന്ന് കട്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ചാറ്റ് അവൈലബിൾ അല്ല. കോഹോസ്റ്റായി നിൽക്കുന്ന ആരെങ്കിലും ഒന്ന് നോക്കൂ. അജ്മൽ, ഹൃദയ. ഞാൻ നോക്കിക്കോളാം, കുഴപ്പമില്ല. നമ്മള് ഓൺലൈനിലുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കാം സർ. നമ്മളുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഡിഗ്രി, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അത് ബേസ് ചെയ്തിട്ട് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് ആരോ ചോദിച്ചിരുന്നു. പേര് ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ റെസ്യൂമിൽ നമ്മുടെ ജീവിത ചരിത്രം മൊത്തം കാണും. അപ്പൊ അതിനെ കുറിച്ച് എന്തായാലും ചോദിക്കും. ഇപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ട് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇപ്പൊ എന്തോ ഭാഗ്യവശാൽ എന്നോട് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ റിവൈസ് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ, നിങ്ങളുടെ ഡിഗ്രിയാണ്, നിങ്ങളുടെ ഏത് ഡിഗ്രി ആണെങ്കിലും, ഹിസ്റ്ററി അല്ലെങ്കിൽ കോമേഴ്സ്, സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഡോക്ടേഴ്സ് ആണെങ്കിൽ കൂടി നിങ്ങളുടെ ബേസിക് കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഭയങ്കര നിർബന്ധമാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പാനലിസ്റ്റുകൾക്ക് അവർക്ക് ലാപ്ടോപ്പ് വരെ കാണും അവരുടെ മുമ്പിൽ. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുന്ന ടെക്നിക്ക്, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം അവർക്ക് സംശയം തോന്നിയാൽ അവർ പെട്ടെന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ അത് തെറ്റാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ കള്ളം പറയാന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മുടെ ഡിഗ്രി, ഗ്രാജുവേഷൻ ഒക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. ക്ലിയറിന് ബാക്കി കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തോട് പോവാം. ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇത് സ്റ്റെഫിയുടെ ചോദ്യമാണ്. She is in St. Stephen's College, Delhi, and would like to choose IR as my offer subject regarding mains question that is related to basics and current affairs of both. Okay, അതായത് സ്റ്റെഫിയുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ മെയിൻസില് അത് ഇന്റർനാഷണൽ റിലേഷൻസിൽ ബേസിക്സ് ആണോ കറണ്ട് അഫയേഴ്സ് ആണോ രണ്ടും കാണുമെന്നാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഓവറോൾ അംബ്രലയാണ്. ആ കറണ്ട് അഫയേഴ്സ് എന്ന അംബ്രലയുടെ കീഴിലാണ് എല്ലാ സബ്ജക്ട്സും വരുന്നത്. അപ്പോൾ ഈവൻ ഇഫ് യു ആർ സ്റ്റെഫി, ഈവൻ ഇഫ് യു ആർ an IR optional graduate, the questions would more or less be similar to your optional paper. I presume that your optional subject is going to be political science, because that's where IR comes in. അപ്പം കറണ്ട് അഫയേഴ്സ് ഞാനത് പറയാനിരുന്നൊരു പോയിന്റ് ആണ്, അതിപ്പോ പറഞ്ഞു പോയേക്കാം. അതായത് നമ്മുടെ സിവിൽ സർവീസ് പഠനത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറാണ്. ദിവസവും ന്യൂസ് പേപ്പർ വായിക്കും. ദിവസവും ന്യൂസ് പേപ്പർ, അത് ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോഴും ഒരു ഇംഗ്ലീഷ് പത്രവും ഒരു റീജിയണൽ ലാംഗ്വേജ്. നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളം പത്രം, അതല്ല നിങ്ങൾ കന്നഡികാസ് ആണ് അല്ലെങ്കിൽ തമിഴന്മാരാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്നാണെങ്കിൽ അവിടുത്തെ റീജിയണൽ പത്രം തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. കാരണം നമ്മുടെ ലൊക്കാലിറ്റിയിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അതേസമയത്ത് ഇംഗ്ലീഷ് പത്രം ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ ബെസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഹിന്ദു ആണ്. എന്നാൽ നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇന്ത്യൻ എക്സ്പ്രസ്, നാട്ടിൽ കിട്ടുന്ന ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, നാട്ടിലത്തെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്, അവിടെ കിട്ടുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രമാണ്. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് അല്ലെങ്കിൽ ഹിന്ദു ഏത് പേപ്പർ ആണെങ്കിലും നമുക്ക് വായിക്കാം. ഒരു ഇംഗ്ലീഷ് പത്രവും ഒരു മലയാളം പത്രവും ദിവസേന വായിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് നല്ലൊരു അറിവ് കിട്ടത്തുള്ളൂ. അതേസമയം ഈ മാഗസീൻസ് ആണ്, ഇന്ത്യ ടുഡേ, ഔട്ട്ലുക്ക്, ഫ്രണ്ട് ലൈൻ, ഇതുപോലത്തെ മന്ത്ലി ഫോർട്ട് നൈറ്റ്ലി മാഗസീൻസ് ഒക്കെ ആയിരുന്നു.
അതും ഒരെണ്ണം എല്ലാ ആഴ്ച തോറും അല്ലെങ്കിൽ ഫോർട്ട്നൈറ്റ്ലി വായിക്കുന്നത് നല്ലതാണ്. പ്ലീസ് കീപ് യുവർസെൽഫ് അപ്ഡേറ്റഡ് ഇൻ ഓപ്ഷൻ. ലവാസ്നയിലെ എക്സ്പീരിയൻസ്, ഞാൻ ലവാസ്നയിലായിരുന്നില്ല, ഞാൻ പോയത് ഭോപ്പാലിലായിരുന്നു. കാരണം ലവാസ്ന എന്ന് പറയുന്നത് മസൂരിയിലാണ്. അതുകൊണ്ട് ഈ ലവാസ്നയിൽ 350 മുതൽ 400 പേർക്കുള്ള അക്കോമഡേഷൻ മാത്രമേ സ്ഥലമുള്ളൂ. എന്റെ സമയത്ത് 2018 ഞങ്ങൾ ഏകദേശം 700ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഈ IAS-കാർക്ക്, ഞാൻ IRS-ലാണ്, IAS-കാർക്ക് നിർബന്ധമായിട്ട് മസൂരിയിൽ പോകണം. ബാക്കിയുള്ളവരെ അവര് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോയി മസൂരിയിലോട്ട് അലോട്ട് ചെയ്തു. ബാക്കിയുള്ളവരെ ഹൈദരാബാദും ഭോപ്പാലിലുമായിട്ട് അവർ അലോക്കേറ്റ് ചെയ്തു. ഞങ്ങൾ ഭോപ്പാലിൽ ഏകദേശം 89-90ഓളം പേരുണ്ടായിരുന്നു. ഹൈദരാബാദിൽ ഏകദേശം 300 പേരുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ ലവാസ്നയിലായിരുന്നു. അപ്പം 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിട്ട് ട്രെയിനിങ് നടന്നു എന്നേ ഉള്ളൂ. ട്രെയിനിങ് കരിക്കുലം എല്ലാം സെയിം ആയിരുന്നു. ആകെ എനിക്ക് മിസ് ചെയ്തത് ലവാസ്നയിൽ പോകാത്തത് കൊണ്ട്, ഒന്ന് അവിടുത്തെ തണുപ്പും, രണ്ടാമത്തെ അവിടുത്തെ കുതിര സവാരിയാണ്. കാരണം അവിടുത്തെ ഹോഴ്സ് റൈഡിങ് എന്ന് പറയുന്നത് നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് മാത്രം എനിക്ക് മിസ്സായി. പക്ഷെ ഭോപ്പാൽ എക്സ്പീരിയൻസ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. ഇപ്പം ഇന്ത്യയിൽ എല്ലായിടത്തും നമുക്ക് ഒരു സിവിൽ സർവന്റ് ആയ ഒരു സുഹൃത്തുണ്ട്. ഇപ്പൊ അരുണാചൽ പ്രദേശ് മുതൽ ഗുജറാത്ത് വരെ, അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ തൊട്ട് തമിഴ്നാട് വരെ നമുക്ക് സുഹൃത്തുക്കളുണ്ട്. അതൊക്കെ വലിയ കാര്യമാണ്. കാരണം അത് നമുക്ക് വർക്ക് ലൈഫിലും ഫാമിലി ലൈഫിലും അല്ലാത്ത ലൈഫിലും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പം ഞാനൊരു IRS ഓഫീസർ ആയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു അസസ്മെന്റ് ആയിട്ട് എന്റെ വർക്ക് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, എനിക്ക് ഏതെങ്കിലും സുഹൃത്തിനെ വിളിക്കണമെങ്കിൽ, വെസ്റ്റ് ബംഗാളിൽ ഒരാളെ വിളിക്കണമെങ്കിൽ എനിക്കറിയാം, ഓൾറെഡി അവിടെ സുഹൃത്തുക്കളുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര ക്രൂഷ്യലാണ്. ആക്ച്വലി ഈ ലബാസ്നയിലൊക്കെ ട്രെയിനിങ് അതിന് വേണ്ടിയാണ്. സോ ദാറ്റ് യു മേക്ക് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഈ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൊളീഗ്സ് ആയിട്ട്, കൊളീഗ്സ് എന്ന വാക്കാണ് കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ്, കൊളീഗ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ വർക്ക് ലൈഫ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കത്തുള്ളൂ. പിന്നെ is there any books for interview preparation? No. Interview preparation books ഒന്നുമില്ല. Just work on your personality. Try to be positive. എത്ര പോസിറ്റീവ് ആവാൻ പറ്റുമോ, എത്ര കോൺഫിഡൻസ് റേഡിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ അത്രയും നല്ലത്. ആ രീതിയിൽ ഇപ്പൊ ഞാനൊരു ഓണസ്റ്റ്ലി ഒരു കാര്യം പറയാം. അതായത് ഇപ്പം എനിക്ക് കഴിഞ്ഞ തവണ 2 കൊല്ലം മുമ്പ് 206 മാർക്ക് കിട്ടിയെന്ന് വെച്ച് ഇനി എനിക്കൊരു ഇന്റർവ്യൂവിന് പോകാനുള്ള അവസരം കിട്ടിയാൽ 206 മാർക്ക് കിട്ടുന്നത് തീർച്ചയില്ല. കാരണം ആ ദിവസം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നത് പോലെ ഇരിക്കും. അന്ന് നമ്മുടെ ബോർഡ് ചെയർപേഴ്സൺ ആരാണോ അവരെ ഇംപ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം our only hope is that to pray that we are as positive as possible. അപ്പം അത് മാത്രം ശ്രദ്ധിക്കുക. Be confident and be positive. ഇംഗ്ലീഷ് ഫ്ലുവൻസി അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ക്ലെയർ എന്നെ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോണേ. ബിഗിനേഴ്സ് ഏതൊക്കെ ബുക്സ്? ഞാൻ പറയാം. നമ്പർ ഓഫ് പാനലിസ്റ്റ് ഞാൻ 5-6 പേരുണ്ട്. ഓക്കെ, സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നോ? എനിക്ക് സ്റ്റേജ് ഫിയർ ഇന്റർവ്യൂ ആയിട്ട് ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനൊരു ഡിബേറ്റർ ആയിട്ട് കൂടി ഇന്നും എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്. ആ സ്റ്റേജ് ഫിയറിനെ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നമുക്കൊരു ഹാർട്ട് ബീറ്റ് കൂടും. അത് നാച്ചുറൽ ആണ്. കാരണം നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വി ഫിയർ ദി അൺനോൺ എന്ന് പറയും. അപ്പം ബിഫോർ വി ഗോ, ബിക്കോസ് വി കാൺട് പ്രെഡിക്ട് ദ ഫ്യൂച്ചർ എപ്പോഴും അൺനോൺ ആയിരിക്കും. അപ്പൊ ഒരു സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഐ നോ ഐ എം എ ഗുഡ് സ്പീക്കർ, ഐ നോ ഐ എം എ ഗുഡ് ഡിബേറ്റർ, പക്ഷെ എങ്കിലും സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഒരു സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടെങ്കിലും അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഡേറ്റ, നമ്മുടെ കോണ്ടന്റ് നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്റർവ്യൂ ആണെങ്കിലും സ്റ്റേജ് ആണെങ്കിലും ഒരേ കാര്യമാണ്. ഇപ്പോഴും എനിക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ട്, പക്ഷേ ഐ ട്രൈ ടു മാനേജ് ഇറ്റ് ഇൻ മൈ ഓൺ വേസ്. അടുത്തത് ഞാൻ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സാറിന്റെ ഇപ്പോഴത്തെ ജോബിന്റെ സ്വഭാവത്തെ കുറിച്ച്, IRS ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അതില് അപ്പൊ IRS എന്ന് പറഞ്ഞ രണ്ട് സർവീസ് ആണ് ആക്ച്വലി. IRS IT ഉണ്ട്, IRS കസ്റ്റംസും ഉണ്ട്. ഞാൻ IRS IT-ലാണ്, ഇൻകം ടാക്സിലാണ്. അപ്പൊ ഇൻകം ടാക്സ് പറഞ്ഞ ഒരു ടെക്നിക്കൽ സർവീസ് ആണ്. ഓൾ ഇന്ത്യ സർവീസ് ആയിട്ട് നമുക്ക് 3 എണ്ണം ഉള്ളത്. IAS, IPS, മൂന്നാമത്തെ IFS, ഫോറസ്റ്റ് സർവീസ്. ഫോറിൻ അല്ല, ഫോറസ്റ്റ് സർവീസ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് മുതൽ എന്റെ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസും
അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് IIS-ഉം അങ്ങനെ 10-20 സർവീസുകളും ഉണ്ട്. ആ സർവീസുകളെല്ലാം സെൻട്രൽ സർവീസാണ്. അതായത് അവര് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും വരുന്നത്. എന്നാൽ അതേസമയം ഓൾ ഇന്ത്യ സർവീസ് ഏത് സ്റ്റേറ്റ് ആണ്, എവിടെയാണോ പോസ്റ്റഡ്, അതായത് IAS IPS ഓഫീസേഴ്സ് കേരളത്തിലാണ് പോസ്റ്റഡ് എങ്കിൽ, ഉദാഹരണത്തിന് കളക്ടർ ആണെങ്കിൽ IAS ഓഫീസേഴ്സാണ് സാധാരണ കളക്ടർ ആവുന്നത്. അവർ കളക്ടർ ആണെങ്കിൽ അവർ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും വരുന്നത്. എന്നാൽ അവർ ഡെപ്യൂട്ടേഷനിൽ ഡൽഹിയിൽ പോയിട്ട് അവിടുത്തെ ഒരു മിനിസ്ട്രിയിൽ സെക്രട്ടറി ആയിട്ട് അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ അവിടുത്തെ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരും. എന്നാൽ എന്റെ പോലത്തെ സെൻട്രൽ സർവീസിന് കീഴിൽ വരുന്നവരെല്ലാം സെൻട്രൽ ഗവൺമെന്റ് കീഴിലായിരിക്കും. അപ്പൊ എന്റെ സർവീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ IRS IT ഇൻകം ടാക്സ് ആണ്. നമ്മുടെ 120-130 കോടി ജനങ്ങളുള്ള രാജ്യത്ത് ഏകദേശം 5-6% ആൾക്കാർ മാത്രമേ ടാക്സ് അടയ്ക്കുന്നുള്ളൂ. കാരണം അത് ബാക്കിയുള്ള ടാക്സ് അടയ്ക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത്രയുള്ള ടാക്സ് ബ്രാക്കറ്റ്. ബാക്കി എല്ലാവരും ഒരു ടാക്സ് ത്രെഷോൾഡ് 5 ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ള ആൾക്കാരാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാം. ദാറ്റ് ഇഫ് only 5-6% of the people earn more than 5 lakh rupees a month, annually, then India is indeed in a very dire strait. അപ്പൊ ഈ 5-6% ആൾക്കാർ ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരുടെ ടാക്സ് ഇവാലുവേഷൻ ആണ്, അസസ്മെന്റ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് റൂൾസ് ഉണ്ട്. ഇൻകം ടാക്സ് ആക്ട് ഉണ്ട്, അക്കൗണ്ടൻസി അറിയണം, ബേസിക് അക്കൗണ്ടൻസി, ഇൻകം ടാക്സ് ആക്ട് ഒക്കെ പഠിച്ചിട്ട് എല്ലാവരും നേരവണ്ണം ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ ജോലി. ഞങ്ങളുടെ ട്രെയിനിങ് നടക്കുന്നത് NADT, അതായത് നാഷണൽ അക്കാഡമി ഫോർ ഡയറക്ട് ടാക്സസ് എന്ന് പറയുന്ന NADT എന്ന സ്ഥാപനമുണ്ട്, ഒരു അക്കാഡമി ഉണ്ട്. അത് നാഗ്പൂരിലാണ്. IAS-കാര് മസൂരിയിലാണെങ്കിൽ ലവാസ്ന എന്ന് പറയും, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ. IPS-കാര് ഹൈദരാബാദ് നാഷണൽ പോലീസ് അക്കാഡമി NPA. IRS IT എന്റെ സെക്ടർ, എന്റെ സർവീസ് നാഗ്പൂർ മഹാരാഷ്ട്രയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ IRS കസ്റ്റംസ് ആണെങ്കിൽ ഫരീദാബാദ് ഡൽഹിയിലാണ്. അപ്പൊ അങ്ങനെ ബാക്കി IFS ഫോറിൻ സർവീസ് ഡൽഹിയിലാണ്. അപ്പൊ പല സർവീസുകൾക്കും പല പല സ്റ്റേറ്റിലാണ് അവരുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പക്ഷെ മിക്കതും ഡൽഹി തന്നെ. അപ്പൊ ഇതാണ് എന്റെ ട്രെയിനിങ്, എന്റെ സർവീസിന്റെ ഒരു. അനന്തകൃഷ്ണൻ ചോദിക്കുകയാണ്, സാറിന്റെ ഓപ്ഷണൽ സബ്ജക്ട് പബാഡ് ആയിരുന്നല്ലോ, അപ്പൊ സാറിന് ഇന്റർവ്യൂവിൽ അത് ഹെൽപ്പ് ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം. എന്റെ ഓപ്ഷൻ സബ്ജക്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. പക്ഷെ അത് ഇന്റർവ്യൂവിൽ ഹെൽപ്പ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാന്നേ പറയത്തുള്ളൂ. കാരണം ഓപ്ഷൻ സബ്ജക്റ്റും ആദ്യമായിട്ടൊരു ബന്ധമില്ല. അപ്പൊ എന്റെ ഓപ്ഷൻ സബ്ജക്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ഒരു പക്ഷെ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അത് അന്ന് ചോദിച്ചിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. 1-2 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, പക്ഷെ അതിനൊക്കെ ഞാൻ ഉത്തരവും പറഞ്ഞു. പക്ഷെ ഇന്റർവ്യൂവിൽ പേഴ്സേ അവർ ഹെൽപ്പ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നോന്നേ പറയത്തുള്ളൂ. കാരണം ഏത് ഓപ്ഷൻ സബ്ജക്ട് എടുത്താലും അതിൽ ഡസന്റ് റിയലി മാറ്റർ. അൾട്ടിമേറ്റ്ലി നമ്മുടെ പേഴ്സണാലിറ്റി ആണ് കോർ. വർക്ക് ഓൺ യുവർ പേഴ്സണാലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വയ്ക്കുക, പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുക, ഒരുപാട് ആൾക്കാരായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ തന്നെ ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും. ക്യാരി ഫോർവേഡ് ദാറ്റ്. പിന്നെ നമ്മുടെ ഇന്റലക്ച്വൽ റീസണിങ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? I think in the perspective of personal interview എന്ന് തോന്നുന്നു. ഇന്റലക്ച്വൽ റീസണിങ് പുസ്തകം വായിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. റീഡ് ബുക്സ്. അതുകൂടാതെ കീപ് തിങ്കിങ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും നിങ്ങളിപ്പോ ഉദാഹരണത്തിന് പത്രം വായിക്കുന്നുണ്ടെങ്കിൽ പത്രം വായിച്ചിട്ട്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എല്ലാവരും പൊതുവെ കണക്കാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തി ഒരു കോമാളിയായിട്ടാണ് പൊതുവെ മീഡിയ ഒക്കെ അദ്ദേഹത്തിന് പോർട്രേ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നു അദ്ദേഹം ഒരു കോമാളിയാണ്? കാരണം ഹീസ് എ ബില്യനെയർ ആൻഡ് ഹി ഓൾസോ മാനേജ് ടു ബിക്കം ദി പ്രസിഡന്റ് ഓഫ് ദി അമേരിക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇറ്റ്സ് ദ മോസ്റ്റ് പവർഫുൾ പോസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പൊ അത്രയും വലിയൊരു പോസ്റ്റിലോട്ട് ഒരു കോമാളിക്ക് ചെന്നെത്താൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? He is brilliant in his own way. പക്ഷെ perhaps he is portraying himself in such a manner which is appealing to his own countrymen. അതായത് നിങ്ങൾ ന്യൂസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, അമേരിക്കയിൽ 2 പാർട്ടീസ് ആണ് മേജർലി ഉള്ളത്. ഇന്ത്യയിൽ ഒരു മൾട്ടി പാർട്ടി ഡെമോക്രസി ആണെങ്കിൽ അമേരിക്കയിൽ മേജർലി ഒരു ഡുവൽ പാർട്ടി ഡെമോക്രസിയാണ്. ഡെമോക്രാറ്റ്സും ഉണ്ട്, റിപ്പബ്ലിക്കൻസും ഉണ്ട്. നിങ്ങൾ അമേരിക്കയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്നത്, ട്രംപ് ഒരു റിപ്പബ്ലിക്കൻ ആണ്, ഒബാമ നേരത്തെ ഉണ്ടായിരുന്നത് ഡെമോക്രാറ്റ് ആണ്. അപ്പോൾ റിപ്പബ്ലിക്കൻസ് കൂടുതലും ബിസിനസ്സുകാർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡെസിഷൻ ആണ് എടുക്കാറ് പൊതുവെ. അപ്പൊ അവർ കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ കുറയ്ക്കും. എന്നാൽ ഡെമോക്രാറ്റ്സ് വന്നിട്ട് നേരെ തിരിച്ച് കുറച്ചുകൂടെ പ്രോ പീപ്പിൾ ആയിട്ടുള്ള ടാക്സസ് ഒക്കെ കുറച്ചുകൂടെ, അതായത് കോർപ്പറേറ്റ് ടാക്സസ് ഒക്കെ കുറച്ചുകൂടെ കൂട്ടുന്ന തീരുമാനങ്ങളാണ് എടുക്കാറ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർക്ക് റിപ്പബ്ലിക്കൻസിനെ പൊതുവെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഇപ്പോൾ ബിസിനസ്സുകാർക്ക്
അവർക്ക് ട്രംപിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഹീസ് എ റിപ്പബ്ലിക്കൻ. അവരുടെ അമേരിക്ക നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കൊറോണയ്ക്ക് മുമ്പുള്ള കാലത്ത് ഒബാമയുടെ പീരീഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2008 എക്കണോമിക് ക്രൈസിസിന് ശേഷമാണ് ഒബാമയുടെ പീരീഡ് തുടങ്ങുന്നത്. 2016 ഡൊണാൾഡ് ട്രംപിന്റെ പീരീഡ് തുടങ്ങുന്നത്. അപ്പൊ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം അമേരിക്കാസ് ഗ്രോത്ത് റേറ്റ് സ്റ്റാർട്ടഡ് റൈസിങ്. അപ്പൊ ഇൻ ഇഫക്ട് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, അമേരിക്കൻസ് ലവ് ട്രംപ്, പക്ഷെ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഡസന്റ്, പ്രോബ്ലി ബിക്കോസ് ഹി ഫോളോസ് ദ റൈറ്റസ്റ്റ് ഫിലോസഫി, അല്ലെങ്കിൽ he portrays himself like that in the media. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സട്ടിൽ ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ ഏത് ന്യൂസും അനലൈസ് ചെയ്യേണ്ടത്. So that is how you can improve your intellectual reasoning or inquisitive behavior. Think. Okay. Yeah. ഒരു സെക്കൻഡ് സർ, ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഞാൻ നോക്കുന്നുണ്ട്. How will a DAF influence interview degree marks നോക്കൂ, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു മുഹമ്മദ് തൻസീഹിന്റെ ഒരു ചോദ്യമുണ്ട്, ഇന്റർവ്യൂവിലെ ഡിഗ്രി മാർക്സ് നോക്കൂ എന്നുള്ള ചോദ്യം. ഡിഗ്രി മാർക്സ് തീർച്ചയായിട്ടും നോക്കും. അത് ഡിഗ്രി ആണെങ്കിലും നമ്മുടെ സ്കൂളിലെ 10ാം ക്ലാസ് 12ാം ക്ലാസ്സിലെ മാർക്ക് ആണെങ്കിലും തീർച്ചയായിട്ടും ചോദിക്കും. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്കൂൾ ലൈഫിൽ നമ്മളൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു എന്ന പേരിൽ നമ്മൾ ഒരിക്കലും നമ്മളെ താഴ്ത്തി കാണത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ അന്നത്തെ ആ ദിവസത്തെ പേഴ്സണാലിറ്റി മാത്രമാണ് അവർ അളക്കുന്നത്. നമ്മൾ എങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. കാരണം നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നിരിക്കാം. നമ്മുടെ ലൈഫിൽ നമ്മളൊക്കെ വേറെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് വരുന്നത്. പലരും ചിലർ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് വന്നവരായിരിക്കാം, ചിലർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്നവരായിരിക്കാം. We all might belong to different economic backgrounds. ചിലർ നല്ല പൈസയുള്ള കുടുംബത്തിൽ നിന്നായിരിക്കും വരുന്നത്, അല്ലാത്തവരല്ലായിരിക്കാം. അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പലതും ആയിരിക്കും. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മാർക്കൊക്കെ കുറഞ്ഞെന്നും കൂടിയെന്നും ഇരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ 10ലെ മാർക്ക് ഏകദേശം 86-87% 12 വന്നപ്പോഴേക്കും അത് 80 കുറഞ്ഞു. അപ്പൊ അവരെന്നോട് ആക്ച്വലി ചോദിച്ചില്ല, പക്ഷെ എന്റെ മോക്ക് ഇന്റർവ്യൂസിലൊക്കെ 1-2 അവർ ചോദിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ട് എന്റെ 12ലെ മാർക്സ് കുറഞ്ഞു. അപ്പൊ ഞാൻ അവർ പറഞ്ഞു, എനിക്കൊരു കാരണം ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പൊ ഇഞ്ചുറി ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കൊരു ഡിസ്ക് സ്ലിപ്പിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് 12ാം ക്ലാസ്സിൽ നേരെ പഠിക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് മാർക്ക് കുറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് അക്സെപ്റ്റഡ് ഇറ്റ്. അപ്പൊ അൾട്ടിമേറ്റ്ലി മാർക്സ് ഒക്കെ അവർ നോക്കും, പക്ഷെ നമുക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മളൊരു തെറ്റ് കാണിച്ചു, നമ്മുടെ പാസ്റ്റിൽ ഒരു തെറ്റ് കാണിച്ചു, പക്ഷെ ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറായ ഒരു വ്യക്തിയാണെങ്കിൽ they'll be very welcoming. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെയാണ്. അപ്പൊ നമ്മുടെ അന്നത്തെ ആറ്റിറ്റ്യൂഡാണ് പ്രധാനം. നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. കുറച്ച് അബദ്ധങ്ങളൊക്കെ നമ്മുടെ പാസ്റ്റിൽ നടന്നിട്ടുണ്ടെന്നുള്ള പേരിലൊന്നും അവർ ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കത്തില്ല. ഓക്കെ സർ, ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജിനെ സംബന്ധിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരു പാനൽ മെമ്പർ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം എല്ലാവരുടെയും മുഖം നോക്കിയിട്ടാണോ പറയേണ്ടത്, അതോ ക്വസ്റ്റ്യൻ ചോദിച്ചത് എവിടെ നിന്നാണോ റേസ് ചെയ്തവരുടെ മുഖത്ത് നിന്നാണോ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്? നല്ല ചോദ്യം. ഇതൊക്കെ ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ പറഞ്ഞാൽ നമ്മൾ സൈക്കോളജി പഠിക്കണം എന്ന് പറഞ്ഞത്, നമ്മൾ എപ്പോഴും അവരുടെ ഒരു ഈഗോ മസാജ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ 5-6 പേര് അവരൊരു സെമി സർക്കിൾ ഫോർമേഷനിലായിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ നേരെ മുമ്പിൽ പാനൽ ചെയർപേഴ്സൺ ആണെങ്കിൽ അവരുടെ ചുറ്റും, ഇപ്പൊ എന്റേത് സ്മിത നാഗരാജ് മാഡം ആയിരുന്നു. മാഡത്തിന്റെ വലതുവശത്ത് 3 പേരും ഇടതുവശത്ത് 3 പേരും, അങ്ങനെ 6-7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരാൾ ചോദ്യം ചോദിച്ചാൽ, ഇപ്പൊ മാഡമാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ സെന്റർ ചെയർപേഴ്സൺ ആണെങ്കിൽ അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം അവരെ നോക്കി തന്നെ പറയണം. അതേ സമയത്ത് മറ്റുള്ളവരെ നോക്കി അവരെയും കൂടെ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ നേരെ നോക്കി പറഞ്ഞു, ബാക്കിയുള്ളവരെ നോക്കി ഇടയ്ക്കിടയ്ക്ക് അവരെയൊക്കെ നോക്കി അവരെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഹാൻഡ് ജസ്റ്റേഴ്സ് ഒന്നും മാറ്റർ ചെയ്യത്തില്ല. ചിലർ ഹാൻഡ് ഒന്നും മൂവ് ചെയ്യാതെ സംസാരിക്കുന്നവരുണ്ട്. എനിക്ക് എപ്പോഴും കൈയൊക്കെ അനക്കി സംസാരിക്കുന്ന ശീലമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ട്. അൾട്ടിമേറ്റ്ലി ഡീപ് ഡൗൺ വാട്ട് മാറ്റേഴ്സ് ഇസ് വെദർ യു റെസ്പെക്ട് ഓർ നോട്ട്. ഈ റെസ്പെക്ട് എന്ന വാക്ക് നിങ്ങൾ മറക്കരുത്. അത് തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ, നമ്മുടെ സംസാരിക്കുന്ന ശൈലിയിൽ ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണോ സംസാരിക്കുന്നത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് ആ റെസ്പെക്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ ബോഡി ലാംഗ്വേജ് ഒക്കെ എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് അഗ്രസീവ് ആവാതിരിക്കുക. ഒരു സട്ടിൽ രീതിയിൽ തന്നെ ആൻസേഴ്സ് പറയുക. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം, അറിയാമെങ്കിൽ നന്നായിട്ട് പറയണം. ഒരു ആർഗ്യുമെന്റിലോട്ട് പോകരുത്, ഡിബേറ്റ് ചെയ്യാം. അതാണ് ഈ ഡിബേറ്റും ആർഗ്യുമെന്റും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ മാഡം, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന മാഡം ഒരു സാർ ഉണ്ടെങ്കിൽ അവരൊരു പോയിന്റ് പറഞ്ഞു, നമുക്ക് അതിനോടൊരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതിനെ എതിർത്തോളൂ. സാർ പറഞ്ഞ പോയിന്റിനോട് എനിക്കൊരു എതിരഭിപ്രായമുണ്ട്, ഐ ഡോണ്ട് accept that and this is the reason, but I have no problem in you believing that. അങ്ങനെ അങ്ങ് പറഞ്ഞു നിർത്തിയാൽ മതി.
കാരണം they also have a belief, we also have a belief. നേരത്തെ പറഞ്ഞ പോലെ they come from a different social setting, we come from a different social setting. അപ്പം പല ഫാക്ടേഴ്സ് ഉണ്ടാവാം. So this is very important. Okay, so body language with respect. സർ, നമ്മളുടെ സോഷ്യൽ ആക്ടിവിറ്റീസിന്, സോഷ്യൽ കമ്മിറ്റഡ് ആയി ചെയ്യുന്ന ആക്ടിവിറ്റീസിന് അവർ ജഡ്ജ് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുമോ? എനിക്ക് ആ ചോദ്യം മനസ്സിലായില്ല. അതായത് നമ്മള് സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവര്, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റീസിനെ പറ്റി ചോദിക്കുക ആസ് എ പേഴ്സൺ, നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട്? തീർച്ചയായിട്ടും അങ്ങനെ ചോദിക്കാം. നമ്മുടെ റെസ്യൂമിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർവ്യൂ നമ്മൾ കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയുമോ അത് കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത ചോദ്യം വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മുടെ ഭാഗ്യമല്ല, ആക്ച്വലി ഇന്റർവ്യൂ നമ്മുടെ കയ്യിലാണ്. ഞാൻ പറഞ്ഞിരുന്നു, അവർ ഏത് ചോദ്യം ചോദിച്ചാലും, ഇപ്പൊ ആദ്യം അവർ എന്നോട് ചോദിക്കുവാണ് ഹൗ ആർ യു എന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ തിരിച്ചു പറയാം ഐ എം ഫൈൻ മാം, ഹൗ ആർ യു മാം തിരിച്ചു ചോദിക്കുവാണെങ്കിൽ അവർക്കും ഒരു സന്തോഷം. നമ്മൾ പറയുന്ന രീതിയിലാണ് അവര് പെർസീവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മളൊക്കെ സോഷ്യൽ ബീങ്സ് ആണ്. ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബീങ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊക്കെ സോഷ്യൽ ആക്ടിവിറ്റീസിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരു ഓർഫനേജിൽ പോയിട്ടോ അങ്ങനെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുള്ളവരാവണം എന്നൊന്നും ഒരു ഇതുമില്ല. നമ്മുടെ റെസ്യൂമിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടില്ല എന്ന് വെച്ച പ്രശ്നങ്ങളൊന്നുമില്ല. നോ പ്രോബ്ലം വിത്ത് റെസ്പെക്ട് ടു ദാറ്റ്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ ഉത്തരം പറയുന്ന രീതി മാത്രം ശ്രദ്ധിച്ചാൽ മതി. സർ, ഏകദേശം കവർ ചെയ്തെന്ന് തോന്നുന്നു. ഒരു ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ. മാളവിക മോഹൻ ഇസ് ആസ്കിംഗ് വെദർ നമ്മളുടെ ആൻസൈറ്റി കാരണം ഹാൻഡ് ഷിവറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതൊക്കെ എങ്ങനെയാണ് അവിടെ നെഗറ്റീവ് ആയിട്ട് വരുമോ എന്നുള്ളൊരു ചോദ്യം, ഒരു കൺഫ്യൂഷൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഹാൻഡ് ഷിവറിംഗ് എന്ന് പറഞ്ഞാൽ അത് നാച്ചുറലി കോൺഫിഡൻസ് ലോ ആയതുകൊണ്ടാണ് ഹാൻഡ് ഷിവറിംഗ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇന്റർവ്യൂവിന് മുമ്പ് കുറച്ച് മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ ആ ഷിവറിംഗ് ഒക്കെ നിങ്ങൾക്ക് ഒരു തലം വരെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പ്രാക്ടീസ് ചെയ്യുക. ഈ നേരത്തെ പറഞ്ഞ സ്റ്റേജ് ഫ്രൈറ്റോ നിങ്ങൾക്ക് നന്നായിട്ട് ഡീപ്പായിട്ട് പേടിയുള്ളവരാണെങ്കിൽ മിററിന്റെ മുമ്പിലൊക്കെ നിന്ന് സംസാരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് തന്നെ, ഞാൻ അന്ന് ചെയ്തിട്ടുള്ളൊരു എക്സസൈസ് ആയിരുന്നു. എന്റെ കൂടെ ഉള്ള ആസ്പിറൻസിനോട് തന്നെ എന്റെ മുമ്പിൽ ഇരുന്ന് പാനലിസ്റ്റ് എന്ന രീതിയിൽ ഇരുന്നിട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. പക്ഷെ അത് തമാശയായിട്ട് എടുക്കരുത്, സീരിയസ് ആയിട്ട് തന്നെ അതേ ഇന്റർവ്യൂവിന്റെ സീരിയസ്നെസ്സോട് കൂടി തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാണെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ ഫിയർ ഓഫ് ദി അൺനോൺ ആണ്. അപ്പൊ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എപ്പോഴും പേടിയായിരിക്കും. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ മോഡലിൽ കുറെ മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് കാണും. അതുകൊണ്ട് ആ പേടി കുറഞ്ഞു കിട്ടും, ഇല്ലാതാവത്തില്ല. ഹാൻഡ് ഷിവറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ പ്രോബ്ലം വിത്ത് യുവർ കോൺഫിഡൻസ്. അപ്പൊ അത് പേടിക്കാനില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും സെൽഫ് അവെയർ ആയിരിക്കണം. നമ്മുടെ സെൽഫ് അവെയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലംസും നമ്മുടെ അഡ്വാൻറ്റേജസും ഒക്കെ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇന്നതൊക്കെയാണ് പ്രോബ്ലംസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻസും നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെ? ശരിയല്ലേ? അപ്പൊ അതാണ് കാര്യം. നമ്മൾ പരമാവധി കോൺഫിഡൻസോട് കൂടി തന്നെ ഹാൻഡ് ഷിവറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ മാളവികയ്ക്ക് ഹാൻഡ് ഷിവറിംഗ് ഉണ്ടെന്ന് സ്വയം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് സ്റ്റെപ്പ്. ചിലർക്ക് മനസ്സിലാവത്തേ ഇല്ല, അവിടെ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ കൈ അങ്ങ് വരയ്ക്കുന്നത്. അത് വലിയ ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം അവർ ചെല്ലുമ്പോൾ നമ്മൾ കൈ വരയ്ക്കുന്നത് കൊണ്ട് അവരൊന്നും പറയത്തൊന്നുമില്ല. പക്ഷെ ചിലപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെൻഷൻ കാരണം നമ്മുടെ മനസ്സിലുള്ള ഉത്തരങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. അതിനാണ് ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ പറയുന്നത്. കോൺഫിഡന്റ് ആണെങ്കിൽ നമ്മുടെ ആൻസേഴ്സ് ഒക്കെ ഒരു ഫ്ലോയിൽ തന്നെ അങ്ങ് പൊക്കോളും. അപ്പൊ അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. സാർ, എങ്ങനെയാ നമ്മള് വൈൻഡപ്പ് ചെയ്യാണോ അതോ കുറച്ചും കൂടി ചോദിക്കുന്ന സമയം എങ്ങനെയാണ്? അല്ല, കുഴപ്പമില്ല. നമ്മൾ എത്ര മണി പറഞ്ഞു? 3:30 ആണോ? 3:30 നമുക്ക് എടുക്കാം. ഓക്കെ. ഒരാൾ ചോദിക്കുന്ന അർഷാദ് മുഹമ്മദ് ചോദിച്ചത്, ഇസ് ദെയർ എനി ലിമിറ്റ്സ് ഫോർ आवर ആൻസേഴ്സ്? ലൈക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പോയിന്റ്സ് എക്സ്പ്രസ് ചെയ്തത് നിർത്തേണ്ടത്? അവര് നമ്മുടെ ചോദ്യങ്ങൾക്കിടയിൽ, നമ്മൾ പറയുന്നതിനിടയിൽ അവർ ഇന്റർഫിയർ ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. നല്ല ചോദ്യം. ഗുഡ് ക്വസ്റ്റ്യൻ. എന്റെ പേര് പറഞ്ഞ അർഷാദ്. അർഷാദ് നല്ല ചോദ്യമാണ്. പോയിന്റ് ഈസ്, നമ്മൾ അവരൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ അതിന് ഉത്തരം പറഞ്ഞു തുടങ്ങും. അപ്പൊ നമ്മുടെ ഒരു ഹ്യൂമൻ സൈക്കോളജി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കൂടുതലും 45 seconds to 1 minute ആയിരിക്കും. അതിനേക്കാളും കുറയാൻ പക്ഷെ കൂടുതലാവാറില്ല. അതായത് ഇൻ എഫക്ട് ഒറ്റ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു 45 seconds to 1 minute കാണത്തുള്ളൂ. അപ്പൊ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത്
ഒരു ഏത് ചോദ്യം ചോദിച്ചാലും അതിന്റെ ഉത്തരം ഒരു 1 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ മോക്ക് ഇന്റർവ്യൂസും മിററിന്റെ മുമ്പിലൊക്കെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഗുണം ഇതാണ്. നമ്മളൊരു ഘോര പ്രസംഗമല്ല അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്കൊരു ലെക്ചർ അല്ല കൊടുക്കേണ്ടത്. അവരൊരു ചോദ്യം ചോദിച്ചാൽ സക്സിൻക്റ്റ് ആയിട്ടുള്ള അതിനെ ക്ലിയർ ആയിട്ട് കൺസൈസ് ആയിട്ട് 1 മിനിറ്റിനുള്ളിൽ ഒരു ഉത്തരം പറയും. പക്ഷെ അവര് വീണ്ടും പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ഈ പാനലിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ അവരെന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ഉദാഹരണത്തിന് ലെറ്റ്സ് അവരെന്നോട് ചോദിക്കുന്നു വാട്ട് ആർ ദ 3 മെയിൻ പ്രോബ്ലംസ് ബീങ് ഫേസ്ഡ് ബൈ ഇന്ത്യ എന്നൊരു ചോദ്യം ചോദിക്കുകയെന്ന് വെച്ചു. 3 മെയിൻ പ്രോബ്ലം ഫേസ്ഡ് ബൈ ഇന്ത്യ. അപ്പൊ ഞാൻ പറയുന്നു 1 is poverty, 2nd is development, 3rd is climate change. ചുമ്മാ റാൻഡം ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് തീർക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു സർ ഐ തിങ്ക് ദീസ് ആർ ദ 3 മെയിൻ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഇന്ത്യ എന്ന് പറഞ്ഞ് ഒന്നുകിൽ നിർത്താം. അതല്ല ഇതിങ്ങനെ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. അത് 10 സെക്കൻഡ് പോലും വേണ്ട. ഈ പോവർട്ടി, ഡെവലപ്മെന്റ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയും 10 സെക്കൻഡ് പോലും വേണ്ട. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഒരു 45 സെക്കൻഡ്സിന്റെ ഒരു ടൈം സ്പാൻ ഉണ്ട്. അപ്പൊ നമ്മൾ അത്രയെങ്കിലും കവർ ചെയ്യാൻ നോക്കണം. നമുക്ക് വേണമെങ്കിൽ പറയാം ലെറ്റ്സ് സേ സർ ഐ തിങ്ക് the 3 most important problems being faced by India are poverty, development and climate change. There are also other problems, but these are the major ones. Poverty is something that we have managed to handle to a great extent post 1991, especially after following neoliberal policies. Development is something that was a never-ending process because even developed countries need to keep developing. On the other hand, climate change is a global issue for which the solutions can't be found by India alone. It has to be found by the world, the countries all over the world together as a global family. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 30 മുതൽ 45 സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ 3 പ്രോബ്ലംസ് എന്താണെന്ന് പറഞ്ഞു. സട്ടിലായിട്ട് അതിന് വേണ്ടിയുള്ള സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു. സട്ടിലായിട്ട് ഒരുപാട് പറഞ്ഞില്ല. പക്ഷെ അവര് ഇത് കേട്ടിട്ട് അവർ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ നാച്ചുറലി നമുക്ക് ഒരു ഉത്തരം പറഞ്ഞെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ അവർ ഇന്ററപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതാ പറഞ്ഞ റെസ്പെക്ട് എന്നുള്ള വാക്ക് മറക്കരുത്. അവർ ഈ ഇരിക്കുന്നവരൊക്കെ നമ്മളെക്കാളും സീനിയേഴ്സ് ആണ്. അപ്പൊ നമ്മളെ ബ്രേക്ക് ചെയ്യുവാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അവർ ബ്രേക്ക് ചെയ്താൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തോണം. അപ്പൊ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോണം. എന്നിട്ട് കേട്ടുകൊണ്ടിരിക്കും. റിമെമ്പർ ഇറ്റ്സ് നോട്ട് ആർഗ്യുമെന്റ്, ഇറ്റ്സ് എ ഡിബേറ്റ്. കേട്ടോ? സാർ ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ശ്രീലക്ഷ്മി ചോദിക്കുകയാണ് നമ്മൾ മാർക്സ് കുറഞ്ഞ റീസൺസ് മാർക്സ് കുറഞ്ഞതിന്റെ റീസൺ പറയണമെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ മടിയാണ് റീസൺ എന്ന് പറയാൻ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് അവിടെ പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദ്യം. നല്ല പോസിബിലിറ്റി ഉണ്ട്. കാരണം നമുക്ക് പറയാൻ വേണമെങ്കിൽ അന്ന് ഞാൻ ഭയങ്കര മടിയനായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു കുട്ടിയായിരുന്നു പറഞ്ഞ ഒരു തെറ്റുമില്ല. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ഉറപ്പാക്കണം. അവിടെയാണ് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ്. അന്ന് എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ഞാൻ പഠിച്ചില്ല, എനിക്ക് നേർവഴി കാണിച്ചു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ അതെനിക്കൊരു ലെസൺ ആയിരുന്നു, ഒരു പാഠമായിരുന്നു. ഞാൻ മടി കാണിച്ചതുകൊണ്ട് എനിക്ക് മാർക്കും കിട്ടിയില്ല. പക്ഷെ ഇന്ന് ഞാൻ ഒരു മടിയനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ ഇന്റർവ്യൂ പാനൽ മുമ്പിൽ ഇരിക്കത്തില്ല എന്ന് പറയുവാണെങ്കിൽ എനിക്കൊന്നും അത് തന്നെ സോൾവ് ചെയ്തു. ദാറ്റ് സോൾവ്സ് മൈ പ്രോബ്ലം. മനസ്സിലായില്ല? അപ്പൊ ഇറ്റ്സ് ആക്ച്വലി ആൻ അഡ്വാൻറ്റേജ്. അപ്പൊ നമുക്ക് അന്ന് മടി ഉണ്ടായിരുന്നു, അത് എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് അതിന് സൊല്യൂഷനും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. കാരണം മടിയന്മാർക്കൊന്നും സൊല്യൂഷൻസ് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ സ്വയം ഒരു മടിയനാണ്, എങ്കിലും ആയിരുന്നു പഠിച്ചിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. ശരിയല്ല? അപ്പൊ ഇറ്റ്സ് ആക്ച്വലി ആൻ അഡ്വാൻറ്റേജ്. പിന്നെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. പിന്നെ ഒരാൾ ചോദിക്കുന്നു കൊറോണ ടൈമിൽ നമുക്ക് എങ്ങനെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പാർട്ടൊക്കെ അല്ലെങ്കിൽ ഒരു ബ്രൂയിസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്? ബുക്സ്, ഹോബീസ് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഈ കോവിഡ് കാലത്ത് പുതിയൊരു ഹോബി തുടങ്ങിയാണ് കുക്കിംഗ്. അപ്പം കുക്കിംഗ് തുടങ്ങിയിട്ട് എന്റെ അമ്മയൊക്കെ സഹായിച്ച് പുതുതായിട്ട് കുക്കിംഗ് ഡിഷസ് ഒക്കെ ചെയ്ത് യൂട്യൂബ് വീഡിയോസ്, ഇപ്പൊ യൂട്യൂബ് ഉള്ളത് കൊണ്ട് നമുക്ക് കുക്കിംഗ് വീഡിയോസ് ഒന്നും ഒരു കുറവില്ല. അതുപോലെ പുതിയ ഹോബീസ് ഒക്കെ കണ്ടുപിടിക്കുക. ഒരു 6 മാസത്തെ ഒരു ടൈം ലൈൻ വയ്ക്കുകയാണെങ്കിൽ എവറി ഇയർ 6 months to 1 year ട്രൈ ടു ഫൈൻഡ് എ ന്യൂ ഹോബി. ഒരു പുതിയ ഹോബി കണ്ടുപിടിച്ചാൽ ആ സ്കില്ലിംഗ് നടക്കും. പുതിയ സ്വയം സ്കില്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 മാസത്തിന് ശേഷമുള്ള ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പം ഒരു ഗിറ്റാർ വായനയിലെ പരിശ്രമത്തിലാണ്. അപ്പൊ എനിക്കൊരു ഗിറ്റാറിസ്റ്റ് ആവുന്നത് പണ്ടുള്ള ഒരു ആഗ്രഹമാണ്. സമയം കിട്ടിയില്ല, ഒരു അവസരം കിട്ടിയില്ല. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഗിറ്റാറിസ്റ്റ് ആയിരിക്കണം എന്നാണ്. അതേ സമയത്ത് ഫ്രഞ്ച് എന്നുള്ള ലാംഗ്വേജ് ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ എപ്പോഴും എൻഗേജ്ഡ് ആയി തീർന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാം, എഴുതാം. എത്രയോ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു
ഇറ്റ്സ് ലൈക്ക് എ സീ ഓഫ് ആക്ടിവിറ്റീസ് അല്ലെ, ശരിയല്ലേ? ഗാർഡനിങ് ചെയ്യാം, ഗാർഡനിങ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, റൈറ്റിംഗ്, ഇറ്റ്സ് എ ലോങ് ലിസ്റ്റ്. അപ്പം കൊറോണ കാലത്ത് ഞാൻ പറയുന്നത് പുസ്തകമായിരിക്കണം തുടക്കം. ഒരുപക്ഷെ ബുക്സ് വായിക്കുവാണെങ്കിൽ, കളിക്കണം ഒരുപാട്. ഇപ്പൊ ഈ സമയത്ത് കൊറോണ ആയതുകൊണ്ട് ഞാൻ കളിക്കാൻ അധികം പറയത്തില്ല, കാരണം അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങാൻ സാധിക്കത്തില്ല. പക്ഷെ ഒരു സ്റ്റഡി അനുസരിച്ച്, ഇൻഫാക്ട് ഞാനൊരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ വായിച്ചൊരു കാര്യമാണ്, ഈവൻ വീഡിയോ ഗെയിംസ് വരെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ആക്ച്വലി നല്ല ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ മൊബൈലിലാണെങ്കിലും നമ്മുടെ വീഡിയോ കൺസോൾസ് ഉണ്ടെങ്കിൽ അതിൽ ലാപ്ടോപ്പിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും വീഡിയോ ഗെയിംസ് കളിക്കുന്നത് നല്ലതാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അമിതമായാൽ അമൃതവും വിഷം എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനുള്ളിൽ തന്നെ എല്ലാം ചെയ്യും, ഒരുപാട് സോഷ്യൽ മീഡിയയിലൊന്നും ഇൻവോൾവ് ആവാതെ. ഞാൻ എൻ്റെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സമയത്ത് സോഷ്യൽ മീഡിയ നിന്നൊക്കെ മാറി നിന്ന ഒരാളാണ്. ഭയങ്കര കുറച്ചേ ഞാൻ എടുക്കാറുള്ളൂ. പരീക്ഷ എടുക്കുമ്പോൾ ഞാൻ ഓഫ് ചെയ്തിടുമായിരുന്നു. വാട്സാപ്പ് ഒക്കെ ഓഫ് ആയിരുന്നു. ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഉദാഹരണത്തിന് വാട്സാപ്പ്, ഇന്ന് എനിക്ക് ഒഫീഷ്യലി ലിങ്കും ബാക്കി സുപ്പീരിയേഴ്സ് എന്നൊക്കെ മെസ്സേജസ് ഒക്കെ വരുന്ന വാട്സാപ്പിലാണ്. അതുകൊണ്ട് വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓഫ് ചെയ്തത്, കാരണം ഐ എം നോട്ട് എ വെരി ബിഗ് ഫാൻ ഓഫ് വാട്സാപ്പ് ആസ് സച്ച്. അപ്പൊ അതുപോലത്തെ സോഷ്യൽ മീഡിയ എന്നൊക്കെ മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം യു വിൽ നോ, ഇവൻച്വലി യു വിൽ നോ. ഓക്കെ, നമുക്ക് ന്യൂസ് പേപ്പർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റി, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആൻഡ് ഓറിയന്റേഷൻ ടു പേഴ്സണാലിറ്റി ടെസ്റ്റ്. ന്യൂസ് പേപ്പർ നോട്ട്സ് അൾട്ടിമേറ്റ്ലി അതിന്റെ ലോജിക്ക് പറയാം. നമ്മൾ എന്ത് വായിച്ചാലും അത് ഓർത്തിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് നമ്മളെല്ലാവരും പല പേഴ്സണാലിറ്റീസ് ഉള്ള വ്യക്തികളായതുകൊണ്ട് ചിലർക്ക് എഴുതിയാൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കും, ചിലർക്ക് എഴുതണമെന്നില്ല, കുറച്ചുകൂടെ ബ്രൈറ്റർ മെമ്മറി ആയിരിക്കും. എനിക്ക് എഴുതിയാൽ മാത്രമേ ഓർത്തിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും എഴുതാറില്ല. പക്ഷെ ചില കാര്യം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം, ഒരു പുതിയൊരു ഫാക്ട് നമ്മൾ പത്രം വായിക്കുമ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സ്വയം ഒരു ചോദ്യം ചോദിക്കണം, ഞാൻ ഈ ഫാക്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ ഒരാഴ്ച കഴിഞ്ഞാൽ ഓർത്തിരിക്കുമോ ഇല്ലയോ? ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ, ഓർത്തിരിക്കുമെന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഓർത്തിരിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതി വയ്ക്കാം. സോ റൈറ്റ് ഡൗൺ ദ നോട്ട്സ് വെനെവർ യു ഫീൽ ലൈക്ക്. പക്ഷെ നോട്ട്സ് എഴുതിയാൽ നല്ലതാണ്, നല്ല ഹാബിറ്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ എഴുതിയത് മൊത്തം റിവൈസ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം. ഞാൻ ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ദിവസം ഞാൻ നിർബന്ധമായിട്ടും ബ്രേക്ക് എടുക്കുമായിരുന്നു, ഒരു ഞായർ അല്ലെങ്കിൽ ശനി. ആ ദിവസം ഞാൻ ഒന്നും പഠിക്കാറില്ല. ബാക്കി 6 ദിവസമാണ് ഞാൻ ഈ പഠിക്കാറ്. ഈ 6 ദിവസത്തെ സമയത്ത് ഒരു ദിവസം റിവിഷന് വേണ്ടി മാത്രം മാറ്റിവെക്കും. അപ്പൊ ടെക്നിക്കലി 5 ദിവസത്തെ പഠിത്തം, ഒരു ദിവസം റിവിഷൻ, ഒരു ദിവസം ബ്രേക്ക്. അതായിരുന്നു എന്റെ ഒരു പാറ്റേൺ. സാറിന്റെ എത്തിക്സ് പേപ്പർ പ്രിപ്പറേഷനെ പറ്റിയിട്ട്. എത്തിക്സിന് എനിക്ക് വളരെ കൂടുതൽ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഐ മേ നോട്ട് ബി ദ റൈറ്റ് പേഴ്സൺ ടു ആൻസർ ദാറ്റ്. പക്ഷേ എത്തിക്സിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഞാൻ അതിന്റെ പേര് മറന്നുപോയി. ഡൽഹിയിൽ മാർക്കറ്റിലൊക്കെ വിൽക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ പോയി എഴുതാറ്. അതിന്റെ പേര് ഞാൻ വിട്ടുപോയി. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എത്തിക്സിന് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അതിന്റെ ബേസിക് ഡെഫിനേഷൻസ്, അതായത് അതിന്റെ സിലബസ്, UPSC സിലബസ് നോക്കിക്കഴിഞ്ഞാൽ എത്തിക്സ് പേപ്പറിൽ അതിന്റെ സിലബസിൽ ഓരോ പോയിന്റ്സ് ഉണ്ട്. എത്തിക്സ്, മൊറാലിറ്റി, അങ്ങനെ ഓരോ വാക്കിന്റെയും ഡെഫിനേഷൻ പഠിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷ എഴുതാൻ. പിന്നെ അതെനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞു, നിങ്ങൾ അടുത്ത വർഷമാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ അടുത്ത വർഷമായിരിക്കും മെയിൻസ്. ഇപ്പോഴേ ആ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം കവർ ആയിക്കോളും. അപ്പൊ സിലബസ് എടുക്കുക. സിലബസ് എടുത്തിട്ട് ഓരോ വാക്കിന്റെയും ഡെഫിനേഷൻ സഹിതം അതിന്റെ ആപ്ലിക്കേഷൻ നോക്കി പഠിച്ച് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് മാർക്ക് നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ തമാശക്കാണെങ്കിലും നമ്മൾ കേരളത്തിൽ പൊതുവെ ഒരു ഈ സിവിൽ സർവീസ് സർക്കിളിൽ ഇങ്ങനെ ഒരു തമാശ പറയാറുണ്ട്. എത്തിക്സ് പൊതുവെ എത്തിക്സ് ഇല്ലാത്തവർക്കാണ് മാർക്ക് കിട്ടുന്നത്, എത്തിക്സ് ഉള്ളവർക്ക് മാർക്ക് കുറയുമെന്ന് പൊതുവെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ തമാശ രീതിയിൽ പറയുന്ന ഒരു ഫലിതങ്ങളാണ്. പക്ഷെ നിങ്ങളിപ്പോ നോട്ട്സ് ഉണ്ടാക്കി തന്നെ പഠിക്കണം, സിലബസ് നോക്കി. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മള് കവർ ചെയ്തു തോന്നുന്നു. പിന്നെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് കവേർഡ് ആണ്. ഇനി എനിക്ക് തോന്നുന്നു റിപ്പീറ്റേഷൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഏകദേശം ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. സാറിന് കൂടുതൽ എന്തെങ്കിലും പറയാം? താങ്ക് യു സോ മച്ച്. ഇല്ല, താങ്ക് യു സോ മച്ച് ക്ലെയർ. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് എല്ലാവരുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ. എപ്പോഴും എനിക്ക് സിലബസ് ക്ലിയർ ചെയ്തതിന് ശേഷവും എനിക്കൊരു ആഗ്രഹമായിരുന്നു ആസ്പിറൻസിനെ എത്രമാത്രം മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമോ,
എനിക്ക് ഒരുപക്ഷെ 3 അറ്റംപ്റ്റ് എടുക്കാൻ തന്നെ കാരണമാണ്. എനിക്ക് തുടക്കത്തിലൊന്നും നല്ല മെന്റേഴ്സിനെ കിട്ടിയില്ല. കിട്ടി വന്നപ്പോഴേക്കും 1-2 അറ്റംപ്റ്റ് കഴിഞ്ഞിരുന്നു. അപ്പൊ നല്ലൊരു മെന്റർ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ താങ്ക് യു സുമേധ ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. പാത്ത് ഫൈൻഡർ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് ഫോർ സിവിൽ സർവീസ് ആസ്പിറൻസ്. ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരുപക്ഷെ എനിക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു ബേസിക് ഐഡിയ എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സിവിൽ സർവീസിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, അതിൽ പൊതുവെ കാണാറ് ഇന്റർവ്യൂ ആണ് ടഫസ്റ്റ് എന്നാണ്. പക്ഷെ എൻ്റെ അഭിപ്രായം പ്രിലിംസ് ഇസ് ദ ടഫസ്റ്റ്, മെയിൻസ് അതിനേക്കാളും കുറച്ചുകൂടി ഈസിയർ, ഏറ്റവും ഈസിയസ്റ്റ് ആണ് ഇന്റർവ്യൂ. ഞാനൊരു ലോജിക്കും കൂടെ പറയാം. ഇന്റർവ്യൂവിന് നമ്മൾ ചെല്ലുമ്പോൾ അതിലൊരു ബാരിയേഴ്സും ഇല്ല. നമ്മൾ ഈ ഉത്തരം മാത്രമേ നൽകാവുള്ളൂ എന്ന് ആരും പറയുന്നില്ല. നമുക്ക് എന്തും പറയാം. അപ്പൊ നമ്മുടെ കഴിവ് പോലെ ഇരിക്കും നമുക്ക് അവിടെ മാർക്ക് കിട്ടുകയില്ല. എന്നാൽ പ്രിലിംസിന് ഉദാഹരണത്തിന് പ്രിലിംസ് ഒബ്ജക്റ്റീവ് പേപ്പർ ആണ്. ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ അതിന് 4 ഉത്തരം കാണും. അതിന് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ 4 ഓപ്ഷൻസ് ഏതാണോ അതിലൊന്നാണ് ഉത്തരം. നമ്മൾ എങ്ങനെയാണെങ്കിലും ചൂസ് ചെയ്യും. അപ്പൊ അതിനകത്ത് കൺഫ്യൂഷൻ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതേസമയത്ത് മെയിൻസിലാണെങ്കിലും നമുക്ക് 150 വാക്കിനുള്ളിൽ വേണം നമുക്ക് ഓരോ ആൻസറും എഴുതാൻ. കാരണം ഒരു ചോദ്യം കാണും, ചോദ്യത്തിന് 1-2 പേജ് കാണും. ആ 2 പേജിനുള്ളിൽ തന്നെ ആൻസർ എഴുതണം. ജനറൽ സ്റ്റഡീസ് ആണെങ്കിൽ, എസ് എ ആണെങ്കിൽ നാച്ചുറലി ഒരു 8-10 പേജ് കാണും. അപ്പൊ ആ ഒരു സ്പേസ് കൺസ്ട്രെയിന്റ്, ടൈം കൺസ്ട്രെയിന്റ് അവിടെ ഉണ്ട്. പക്ഷെ ഇന്റർവ്യൂവിന് ടൈം കൺസ്ട്രെയിന്റേ ഇല്ല. നമ്മൾ എന്ത് പറയുമോ അത് അവർ വിശ്വസിക്കും. അത് വിശ്വസിക്കുന്നത് മാത്രമല്ല, അത് നമ്മൾ സത്യസന്ധതയോട് തന്നെ അവരോട് പ്രസന്റ് ചെയ്യണം. ഫേക്ക് ആവരുത്. അതേ ഉള്ളൂ. ദാറ്റ് ഇസ് മൈ ബേസിക് അഡ്വൈസ് ടു ഓൾ ഓഫ് യു. ഇറ്റ്സ് നോട്ട് ആൻ അഡ്വൈസ്, ഇറ്റ്സ് ബേസിക്കലി എ റിക്വസ്റ്റ്. അപ്പം താങ്ക് യു സുമേധ ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. പാത്ത് ഫൈൻഡർ ഇസ് എ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം. ഇതിന്റെ ഡയറക്ടറിനും എല്ലാ സംഘാടകർക്കും എന്റെ നന്ദി. താങ്ക് യു ക്ലെയർ ഓൾസോ, ഷീ ഡിഡ് എ വണ്ടർഫുൾ ജോബ്. ബാക്കി കുട്ടികൾക്കും എല്ലാവർക്കും നിങ്ങൾ എല്ലാവരും നാളെ ഒരു സിവിൽ സർവന്റ് ആയി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കോവിഡ് കാലത്ത്, കൊറോണ കാലത്ത് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം നമ്മൾ ഇപ്പം ഈ ഇടയ്ക്ക് പത്രത്തിൽ റിപ്പോർട്ട് വായിക്കുന്ന പോലെ വി ഹാവ് ടു ലേൺ ഹൗ ടു ലിവ് ഇൻ ദ ടൈംസ് ഓഫ് കൊറോണ. അപ്പൊ ഈ പോസ്റ്റ് കൊറോണ വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. നമ്മളെ പോലൊക്കെ തന്നെ സർക്കാരുകൾക്ക് പോലും ഒരുപക്ഷെ ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ബി സേഫ്, എല്ലാവരും ബി ഹാപ്പി, ഓൾവേസ് സ്റ്റേ പോസിറ്റീവ്. നാളെ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത ഈ വരാൻ പോകുന്ന സിവിൽ സർവീസ് പരീക്ഷകളിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളുടെ പറഞ്ഞ പോലെ സാറ് ഇത്ര സമയം നമുക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നതില്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാറ് പെട്ടെന്നായിരുന്നു നമ്മൾ പറഞ്ഞൊരു കാര്യം വളരെ ഈസി ആയിട്ടാണ് സാർ അത് കമ്മിറ്റ് ചെയ്തത്. നമുക്ക് കുറച്ചും കൂടി ഫെസിലിറ്റേറ്റ് ചെയ്ത് തരികയാണ് ചെയ്തത്. കാരണം നമ്മൾ വിചാരിച്ചത് ഇങ്ങനെ ഒരു കൊറോണയുടെ സമയമാണ്, കോവിഡിന്റെ സമയമാണ്, സോ മോസ്റ്റ് ഓഫ് ദ സിവിൽ സർവൻസ് വിൽ ബി ബിസി വിത്ത് വർക്ക്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ജഡ്ജ്മെന്റൽ ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ സാറാണ് ഇങ്ങോട്ട് തുടങ്ങി വെച്ചത്, നമുക്ക് ലൈവ് ഇന്ററാക്ഷൻ പോയിക്കൂടെ എന്ന് പറഞ്ഞ്. അപ്പോ ഫ്രം ദാറ്റ് മൊമെന്റ് എനിക്ക് വളരെ ഈസി ആയിരുന്നു സാറിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പോ ഇപ്പൊ നമ്മളുടെ സുമേധയുടെയും കൈറ്റ്സ് ഫൗണ്ടേഷന്റെയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സാറ് ഞങ്ങൾക്ക് ഇത്ര നേരം ഞങ്ങളുടെ ക്വസ്റ്റ്യൻസിനും ഞങ്ങളുടെ സംശയങ്ങൾക്കും കൺഫ്യൂഷൻസിനും ഞങ്ങളുടെ നെർവസ്നെസ്സിനും ഒക്കെ അഡ്രസ് ചെയ്യാനായിട്ട് സാറിന് വളരെ നന്നായിട്ട് പറ്റിയിരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് സാർ ഫോർ കമ്മിങ് ഫോർ ദിസ് ഇവന്റ്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി. കൈറ്റ്സിന്റെ പേരിലും സുമേധയുടെ പേരിലും ഇന്ന് ഈ ഒരു ഇവന്റിന് വേണ്ടി പങ്കെടുത്ത എല്ലാ കുട്ടികളുടെ പേരിലും സാറിന് താങ്ക് യു സോ മച്ച്. ഇനിയും വരുന്ന പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന നമ്മളുടെ ഇവന്റുകളിൽ സാറിന്റെ സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സാറിന്റെ വർക്ക് ഫീൽഡിലും ഓൾ ദ ബെസ്റ്റ്, എല്ലാം നന്നായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മളപ്പോ സെഷൻ വൈൻഡ് അപ്പ്. നമസ്കാരം. ഓക്കെ, സാർ ലീവ് ചെയ്തെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത സെഷൻ ഉടനെ നമുക്ക് 3:30 അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പ്രേംകൃഷ്ണൻ സാറാണ് അടുത്ത സെഷൻ കൈകാര്യം ചെയ്യുന്നത്. ഒരു 10 മിനിറ്റിന്റെ ബ്രേക്ക് ആണ്. 3:30 തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. 1 അവർ നമ്മുടെ ഈ വെബിനാറിന്റെ ലാസ്റ്റ് സെഷനാണ്.